ഭാഗത്തേക്ക് വരുമ്പോൾ ഷണ്ണൻ സ്നാനപ്പെട്ടു, അങ്ങനെ സഭയിൽ വരുന്നു. അത് കഴിഞ്ഞ് 9ഉം 10ഉം അധ്യായത്തിലോട്ട് കടക്കുമ്പോൾ കൊർന്നല്യോസിന്റെ വീട്ടിൽ വലിയൊരു കൂട്ടർ സഭയിലേക്ക് വരുന്നു. അത് കഴിഞ്ഞ് 11ാം അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പോൾ അവിടെ നമ്മൾ കാണുന്നു വലിയൊരു കൂട്ടം. അങ്ങനെ ഒരു പ്രതികൂലമാഞ്ഞടിച്ചപ്പോൾ 10,000 സഭയിലെത്തി. ലിലിയ വെറുതെ. അപ്പൊ പ്രതികൂലം എന്തിനായിരുന്നു? തകരാനായിരുന്നോ? അല്ല. പുറമേ നോക്കുമ്പോൾ ശക്തമായ പ്രതികൂലമായിട്ട് നമുക്ക് തോന്നും. പക്ഷെ അതിനകത്ത് എന്തുണ്ടായിരുന്നു? വലിയൊരു വളർച്ചയുടെ പദ്ധതി കർത്താവ് ക്രമീകരിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് പ്രതികൂലം വരുമ്പോൾ നിങ്ങൾ ആരും നിരാശപ്പെടരുത്, നിങ്ങൾ ആരും തളരരുത്. ഇതിനകത്ത് എന്തോ ഒരു വലിയ ദൈവ പദ്ധതി ഉണ്ടെന്നുള്ള ഒരു ദർശനം പ്രാപിച്ചുകൊണ്ട് പ്രാർത്ഥിക്കണം. ആ ദൈവിക പദ്ധതി പുറത്തു വരും. കണ്ടോ, ഇപ്പോൾ സഭ ചിതറിയപ്പോൾ എത്ര അംഗങ്ങളാണ് സഭയിൽ വന്നത്? സ്തോത്രം. അല്ലെ 8ാം അധ്യായത്തിന്റെ 5ാമത്തെ വാക്യത്തിൽ നമ്മൾ കണ്ടില്ല, സഭ ചിതറിയെന്ന് കണ്ടോ? ചിതറിപ്പോയവരവിടെ. അങ്ങനെ സഭ ചിതറിയപ്പോൾ 8ാം അധ്യായത്തിലെ ശമരിയ പട്ടണം മുഴുവനും രക്ഷിക്കപ്പെട്ടു. 8ാം അധ്യായത്തിന്റെ 2ാം ഭാഗത്തേക്ക് വരുമ്പോഴാണ് ധനകാര്യമന്ത്രിയാണ് ആഫ്രിക്കയിലെ രാജകുമാരിയുടെ, അദ്ദേഹം രക്ഷിക്കപ്പെടുന്നു. 9ഉം 10ഉം അധ്യായത്തിലേക്ക് വരുമ്പോൾ റോമാക്കാരനാണ് ശതാധിപൻ. ശതാധിപന്റെ ബന്ധുമിത്രാദികളും ശതാധിപനും വലിയൊരു കൂട്ടം രക്ഷിക്കപ്പെടുന്നു. 11ാം അധ്യായത്തിലേക്ക് വരുമ്പോഴത്തേനോ അന്ത്യോക്യയിൽ വലിയൊരു കൂട്ടം ഉണ്ടാകുന്നു. ഹല്ലേലൂയ പറഞ്ഞ്. അതുകൊണ്ട് സഭ ചിതറിയത് കൊണ്ട് ഒരിക്കലും പരാജയമല്ല ഉണ്ടായത്, വിജയമാണ് ഉണ്ടായത്. അതുകൊണ്ട് 2026 ഉണ്ടാകുന്ന പ്രതികൂലങ്ങളുടെ മധ്യത്തിൽ മുട്ടുമടക്കി പ്രാർത്ഥിച്ചോണം. അവിടെ ഒരു വളർച്ചയുണ്ട്, അവിടെ ഒരു വളർച്ച ഉണ്ട്. സ്തോത്രം. ഇപ്പൊ നമുക്കത് മനസ്സിലായല്ലോ. ആമേൻ. സഭ വളർന്നു. സ്തോത്രം. 8ാം അധ്യായത്തിന്റെ 2ാം ഭാഗത്തേക്ക് നമ്മൾ വരുമ്പോൾ കാണുന്നത് ഷണ്ണൻ ഫിലിപ്പോസ് 8ാം അധ്യായത്തിന് 5 തുടങ്ങി. ഫിലിപ്പോസ് ഒരു വലിയ പ്രാസംഗ്യനാണ്. അദ്ദേഹം ശമരിയ പട്ടണത്തിലുള്ള രോഗികളും ഭൂതങ്ങളും എല്ലാം അദ്ദേഹത്തിന്റെ ശുശ്രൂഷയിൽ വിട്ടുപോയി. അവിടെ അങ്ങനെ എഴുതിയിരിക്കുന്നത്, പട്ടണമൊക്കെയും എന്ന് എഴുതിയിരിക്കുന്നത്. അങ്ങനെ വലിയൊരു ശുശ്രൂഷ. ആ വലിയ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് പറഞ്ഞു, നീ ഗസയ്ക്കുള്ള നിർജ്ജന പ്രദേശത്തെ പോകാൻ പറഞ്ഞു. നമ്മളാണെ പോവുകയല്ല, നമ്മളാണെ പറയും ഞാൻ ഇത്രേ 1000കണക്കിന് 10,000കണക്കിന് ശമരിയയിലെ ഭൂതം ഇറക്കി രോഗികളെ സൗഖ്യമാക്കി, എന്നോടാണോ നിങ്ങൾ ഈ മരുഭൂമിയിലോട്ട്? നമ്മളാണെ പോവുകയല്ല. നമ്മളാ പറയാ ഒരു കാര്യം ചെയ്യൂ, ഇതിനേക്കാൾ വലിയ പട്ടണം വല്ലതും ഉണ്ട്, അങ്ങോട്ട് വേണം ഞാൻ എന്ത് ചെയ്യാം, പോകാം. സ്തോത്രം. പക്ഷെ പരിശുദ്ധാത്മാവ് പോകാൻ പറഞ്ഞു പോയി. ഇതിന്ന് എന്ത് പഠിച്ചു? ഇതിന്ന് പഠിക്കേണ്ടത് 1ാം നൂറ്റാണ്ടിലെ ദൈവസഭയെ നടത്തിയത് ആത്മാവാണ്, അവരല്ല. മാനുഷിക ഭരണമായിരുന്നില്ല. അവരെ നടത്തിയത് പരിശുദ്ധാത്മാവായിരുന്നു. അതിനവർ കീഴ്പ്പെട്ടിരുന്നു, അവരത് അനുസരിച്ചിരുന്നു. ഇന്ന് പരിശുദ്ധാത്മാവ് പറഞ്ഞ ആരും കേൾക്കുകയില്ല. പരിശുദ്ധാത്മാവ് പറഞ്ഞ അനുസരിക്കുമോ? ഇല്ലേ? അപ്പൊ ഗസയ്ക്കുള്ള നിർജ്ജന പ്രദേശത്ത് പോയി. അദ്ദേഹം ഇങ്ങനെ നോക്കി നിൽക്കുക, അവിടെങ്ങും ആരുമില്ല. സ്തോത്രം. നമ്മളാരും അവിടെ കിടന്ന് എന്ത് വേളം ഉണ്ടാക്കിയാല്? വലിയ കൺവെൻഷൻ നടത്തിക്കൊണ്ടിരുന്ന എന്നെ ആ കൺവെൻഷൻ സ്റ്റേജിൽ നിന്ന് ഇറക്കിക്കൊണ്ട് വന്ന് ഈ നിർജ്ജന പ്രദേശത്ത് പൊട്ടനെ പോലെ നിർത്തുവാണോ? എന്താ ദൈവം എന്നീ ഇങ്ങനെ കാണിക്കുന്നത്? ഇതെന്താ ആത്മാവെന്നൊക്കെ നമ്മൾ എന്ത് ചെയ്തേനെ? ചോദിച്ചേനെ, ഇല്ലേ? പ്രൈസ് ദി ലോർഡ്. പക്ഷെ ആ മനുഷ്യനൊന്നും മിണ്ടിയില്ല. ആ മനുഷ്യനറിയാം ദൈവത്തിന് എന്തോ പദ്ധതി ഉണ്ടെന്ന്. അതുകൊണ്ട് ദൈവീക നടത്തിപ്പ് മാനുഷിക ബുദ്ധി കൊണ്ട് അളക്കണ്ട. അല്ല, നമ്മൾ വിചാരിക്കുന്നതൊന്നും ആയിരിക്കത്തില്ല കേട്ടോ. അപ്പൊ ഇങ്ങനെ ദൂരേന്നൊരു കുതിരവണ്ടി വരുന്നു. അതിന്റെ പേരാണ് തേര്. കുതിരവണ്ടിയാണ് ഈ തേരെന്ന് പറയുന്നത്. അതിങ്ങനെ വരിക. സ്തോത്രം. ഉടനെ ദൈവാത്മാവ് പറഞ്ഞു, നീ ആ കുതിരവണ്ടിയോട് ചേർന്ന് നടക്കാൻ പറഞ്ഞു. അവിടെ അങ്ങനെയല്ലേ ശിക്ഷ എഴുതിയേക്കുന്നത്? അതെ, 8ാം അധ്യായത്തിന്റെ 2ാം ഭാഗം നോക്കിയാൽ മതി. കുതിരവണ്ടിയോട് ചേർന്ന് നടക്കാൻ പറഞ്ഞു. നിങ്ങൾക്ക് പറ്റുമോ? തയ്യാറാണോ?
കുതിരവണ്ടി, ഒരു കുതിര ഒരിക്കലും നടക്കത്തില്ല. ആ സാധനം ഓടത്തേ ഉള്ളൂ. ആ സാധനം എപ്പോഴും ഓടിക്കൊണ്ടേ ഇരിക്കത്തുള്ളൂ. സ്പീഡ് കുറച്ച് ഓടുക. അപ്പൊ അദ്ദേഹത്തോട് പറയാം ഇതിന്റെ പുറകെ ഓടാൻ. ആരോടെ? ശമരിയ പട്ടണം മുഴുവനും രക്ഷിക്കപ്പെടുത്തി അവിടുത്തെ പാവികളെ മുഴുവനും മാനസാന്തരപ്പെടുത്തി രോഗശാന്തി നടത്തി ഒരു വലിയ ദാസനോട് പറയുകയാണ് ഈ വണ്ടിയുടെ പുറകെ ഓടാൻ. നിങ്ങൾ ഓടുവോ? അപ്പൊ പാസ്റ്റർ പറയാതെ ആ കാറിന്റെ പുറകെ ഓടി കുറെ അങ്ങോട്ട് ഓടുമ്പോഴത്തേന് ചിലപ്പോ അദ്ദേഹം നിങ്ങളെ വിളിച്ച് അകത്ത് കയറ്റിയിരുന്നു. പാസ്റ്റർ ഇങ്ങനെ പറയാ, നിങ്ങൾ ഓടുവോ? പിന്നെ ഞങ്ങൾക്ക് എന്നെ വട്ടാടോ ചോദിക്കും അല്ലേ? ആമേ. ആ മനുഷ്യൻ ആ കുതിരവണ്ടിയുടെ പുറകെ ഓടുക. അദ്ദേഹം ഇങ്ങനെ വണ്ടിക്കകത്തിരുന്ന് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം വായിക്കുമ്പോൾ ഈ മനുഷ്യൻ അതിന്റെ പുറകെ ഓടുക. അതുകൊണ്ട് ഞാനൊരു കാര്യം പറയാം, ഈ ആത്മാക്കളെ നേടാൻ AC-ക്കകത്ത് കിടന്നാൽ നടക്കത്തില്ല. സ്തോത്രം. ആത്മാക്കളെ നേടാൻ വീട്ടിൽ ഇരുന്നാൽ നടക്കത്തില്ല. ഇതുപോലെ ചില വ്യക്തിയുടെ പുറകെ ഓടിയാലേ ഇങ്ങനെ ഉള്ളവരെ നമുക്ക് നേടാൻ പറ്റത്തുള്ളൂ. അത് ഓടേണ്ടത് എതിലെയാന്ന് ചോദിച്ചാല് നമുക്ക് അംഗീകാരവും വലിയ പദവിയൊന്നും കിട്ടുന്നല്ല. നിർജ്ജന പ്രദേശത്തൂടെ ഇദ്ദേഹത്തിന്റെ പുറകെ ഓടുക. എത്ര നേരം ഓടിയെന്ന് എനിക്കറിയില്ല, അവിടെ അതിന്റെ കണക്കൊന്നും പറഞ്ഞിട്ടില്ല. എന്നാലും എനിക്ക് തോന്നുന്നു ഒരു 10-30 മിനിറ്റ് ഓടിക്കാണും. ഓടി കുറച്ചങ്ങോട്ട് കൂടെ ഓടിയച്ച് പുള്ളി ചോദിച്ചു എന്താ വായിക്കുന്നെന്ന്. ഉടനെ പറഞ്ഞ യെശയ്യാ പ്രവാചകന്റെ പുസ്തകമാണ് പുള്ളി വായിക്കുന്നത്. ഉടനെ ചോദിച്ചു നീ വായിക്കുന്നത് വല്ലതും മനസ്സിലാകുന്നുണ്ടോ എന്ന് ചോദിച്ചു. ഉടനെ പറഞ്ഞു എനിക്കൊന്നും. എന്നാ നീ ഇങ്ങോട്ട് കയറി ഇരിക്കാൻ പറഞ്ഞു. അങ്ങനെ ഒരു 2 മണിക്കൂറെങ്കിലും ഓടിയപ്പോഴാണ് അകത്ത് കയറാൻ അവസരം. സ്തോത്രം. ചില കുടുംബങ്ങളെ ലക്ഷ്യമിട്ട് നിങ്ങൾക്ക് അങ്ങനെ പോകാമോ? ചില വ്യക്തികളെ ലക്ഷ്യമിട്ട് അവരുടെ പിന്നാലെ നടക്കാവോ? ചിലപ്പോൾ ഒരു 6 മാസം. ഞാൻ ചിലരുടെ പുറകെയൊക്കെ 17 വർഷം നടന്നപ്പോഴാണ് സ്നാനപ്പെട്ടത്. ഡേവിഡ് പാസ്റ്റർക്കാരൻ നമ്മുടെ കൂടെ ഒരു അച്ചാനുണ്ടായിരുന്നു, രായൻചാൻ എന്ന് പറയും. 17 വർഷം ആ പുള്ളിയുടെ പുറകെ നടന്ന് 17 വർഷം പുള്ളിയുടെ പുറകെ നടന്ന് പുള്ളിയുടെ ക്യാമ്പിലൊക്കെ ഞാൻ പോകും. എല്ലാ ദിവസവും വിളിച്ചുകൊണ്ട് ആരാധനയ്ക്ക് വരും. മർത്തമക്കാരനാ. 17-ാമത്തെ വർഷത്തിൽ പുള്ളി സ്നാനപ്പെട്ടു. അപ്പം ദൈവമക്കളെ കർത്താവിന്റെ വേല ഇച്ചിരി ബുദ്ധിമുട്ടൊക്കെ അത് ഏറ്റെടുത്ത് ചെയ്യണം കേട്ടോ. ഞാൻ വേഗത്തിൽ ചിന്തയിലോട്ട് വരും. അപ്പം ഈ ഇദ്ദേഹത്തിന്റെ കയ്യില് ചുരുളിരിപ്പുണ്ട്, പക്ഷെ അതിന്റെ പൊരുൾ എന്ത് ചെയ്യത്തില്ല, ഇദ്ദേഹത്തിന് അറിയില്ല. ഇതാണ് ഇന്ന് പറ്റിയിരിക്കുന്ന കുഴപ്പം. നമ്മുടെ എല്ലാ വീടുകളിൽ ബൈബിളുണ്ട്, ഇതിനകത്തെ സത്യം ഈ ഇരിക്കുന്ന വീട്ടുകാർക്ക് അറിയത്തില്ല. ഇത് തന്നെയാണ് ഇയാൾക്കും പറ്റിയത്. ഇയാള് പറയാണ് ചുരുൾ എന്റെ കയ്യിലുണ്ട്, പക്ഷെ ഇതിന്റെ പൊരുൾ എനിക്ക് എന്ത് ചെയ്യുന്നില്ല, എനിക്ക് മനസ്സിലാകുന്നില്ല. സ്തോത്രം. ബൈബിൾ എല്ലാ വീട്ടിലും ഉണ്ട്, പക്ഷെ ഇതിനകത്തെ സത്യം എന്താന്ന് ചോദിച്ചാൽ വീട്ടുകാർക്ക് അറിയത്തില്ല. ഞാൻ പറഞ്ഞല്ലോ, സങ്കീർത്തനം എത്രയുണ്ടെന്ന് ചോദിച്ചാൽ ചില ക്രിസ്ത്യാനികൾക്ക് അറിയില്ല. ചിലർക്ക് അറിയില്ല. എന്നാൽ അവരോടൊന്ന് ചോദിക്കാവോ, നിങ്ങൾ കല്യാണം കഴിഞ്ഞ ആ ദിവസം ഏത് ഷാപ്പിലാ കള്ളു കുടിച്ചെന്ന് ചോദിക്കാമെങ്കിൽ കൃത്യമായിട്ട് അതിനെ കണക്ക് വർഷം ഇന്ന ഷാപ്പിൽ നിന്ന് കപ്പ ഇറച്ചി ഞങ്ങൾ കഴിച്ച് കള്ളു കുടിച്ചിട്ട് പറയും. സങ്കീർത്തനം ചോദിച്ചാൽ നേരെ മുകളിലോട്ട്, സങ്കീർത്തനം എത്രയുണ്ടെന്ന് ചോദിച്ചാൽ മുകളിലോട്ട് നോക്കുന്നേ. പറഞ്ഞ് കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് ആ ആഴ്ചയിൽ അനിയന്മാരുമായിട്ട് പോയ ഷാപ്പിന്റെ കണക്ക് മൊത്തം പറയും. ഇതാണ് നമ്മുടെ ഇടയിലുള്ള ക്രിസ്ത്യാനികളെ. ബൈബിള് സങ്കീർത്തനം പോലും എത്രയുണ്ടെന്ന് അറിയില്ല. സ്തോത്രം. അപ്പൊ ഇദ്ദേഹത്തിന്റെ പുറകെ ഓടി അകത്ത് കയറി ഇരുന്നു. ഈ ചുരുള് വ്യാഖ്യാനിച്ചു, യെശയ്യാ പ്രവാചകന്റെ ചുരുള്. അങ്ങനെ വ്യാഖ്യാനിച്ച് ഇവരിങ്ങനെ മുമ്പോട്ട് വരുമ്പോൾ വെള്ളമുള്ള ഒരു സ്ഥലത്തെത്തി. അപ്പോൾ ഈ ഷണ്ണൻ ചോദിച്ചു സ്നാനപ്പെടുന്നതിൽ വിരോധം വല്ലതും ഉണ്ടോ എന്ന് ചോദിച്ചു. ഉടനെ ഫിലിപ്പോസ് പറഞ്ഞില്ല, നിനക്ക് സ്നാനപ്പെടുന്നത് ഞാൻ സന്തോഷമുള്ളൂ. അപ്പൊ അതിനെന്താ നമ്മൾ പഠിച്ചത്? ഈ ചുരുൾ വ്യാഖ്യാനിച്ചു കൊടുത്തു. ഇവിടെ വന്നപ്പോൾ പറഞ്ഞ് സ്നാനപ്പെടണമെന്ന്. അതിന്റെ അർത്ഥം ഇദ്ദേഹം പറഞ്ഞ സുവിശേഷത്തിൽ ഏറ്റവും കാതലായ വിഷയം സ്നാനമായിരുന്നു. ഹല്ലേലൂയ പറഞ്ഞ് അത് ഈ ഷണ്ണന്റെ ഹൃദയത്തിൽ ശക്തമായി ഇടപെട്ടു. ഷണ്ണൻ പറഞ്ഞു എനിക്ക് സ്നാനപ്പെടണം. ഉടനെ ഫിലിപ്പോസ് ഇറങ്ങി അവിടെ വെച്ച് ഷണ്ണനെ സ്നാനപ്പെടുത്തി. അടുത്ത ലൈൻ നമ്മൾ കാണുന്നത്
ഫിലിപ്പോസിനെ പരിശുദ്ധാത്മാവ് എടുത്ത് അസ്തോദിലേക്ക് ആ ഒരു ശുശ്രൂഷ ഇന്ന് ലോകത്തിൽ വെളിപ്പെട്ടിട്ടില്ല. ഇതുവരെ പരിശുദ്ധാത്മാവ് എടുത്തോണ്ട് പോകുന്ന ഒരു ശുശ്രൂഷ ഒരു രാജ്യത്തും നമ്മൾ കേട്ടിട്ടില്ല. പിന്നെ ഒത്തിരി ബൈബിളിൽ ഇല്ലാത്ത ശുശ്രൂഷകളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ഞാൻ പണ്ട് നാട്ടിലായിരുന്നപ്പോഴത്തേന് വെണ്ണിക്കുളത്തിന് ഇപ്പുറത്ത് പൂവക്കാല എന്ന് പറയുന്ന ഒരു സ്ഥലത്തെ ഒരു പാസ്റ്റർ, അദ്ദേഹത്തിന് തൊഴിൽ എന്താന്ന് ചോദിച്ചാല് രണ്ട് പാസ്റ്റർമാരുണ്ട്. അതിൽ ഒരാള് തലേ കൈവച്ച് പ്രാർത്ഥിച്ചിട്ട് പുറത്തോട്ടിറക്കും. ഈ പുറത്തു പോയിരുന്ന് ഛർദ്ദിക്കുക. കൈവശം ഉണ്ടെന്നാണ് ഇവര് പറയുന്നത്. നമുക്കത് നമുക്കത് അംഗീകരിക്കാൻ പറ്റില്ല. കാരണം ബൈബിളിൽ കഷ്ടമായിട്ട് പറയുന്നു, ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ, പിന്നെ അവന്റെ ജീവിതത്തിൽ പഴയത് കിടക്കുവോ? പിന്നെ ഈ പുള്ളി ഏതടിസ്ഥാനത്തിൽ അവരെ കൊണ്ട് ഛർദ്ദിപ്പിക്കുന്നേ? ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ, അങ്ങനെയാണോ? അങ്ങനെ അല്ല എഴുതിയിരിക്കുന്നത്. സകലതും പുതിയതെന്നാ കൊരിന്ത്യ ലേഖനത്തിൽ. സകലതും. ഞാൻ ഒന്നുകൂടെ നിങ്ങളോട് ഉപദേശം പറയാം, നിങ്ങൾക്ക് തെറ്റ് പറ്റരുത്. ഒരു ഉപദേശം നമ്മൾ അംഗീകരിക്കും. നമുക്ക് ആശയങ്ങൾ പറയാം, നല്ല നല്ല ആശയങ്ങൾ നമുക്ക് പറയുന്നതിന് തെറ്റില്ല, അതിനെ ആരും എതിർക്കത്തില്ല. ഉപദേശം പറയരുത്. ഉപദേശം നമ്മൾ പറയുമ്പോൾ അത് കർത്താവ് പറഞ്ഞിരിക്കണം. 2, അത് അപ്പോസ്തലന്മാര് പറഞ്ഞിരിക്കണം. 3, അത് സുവിശേഷത്തിൽ കാണണം. 4, അത് ലേഖനത്തിൽ കാണണം. 5, അത് പഴയ നിയമത്തിൽ അതിനൊരു തെളിവും കിട്ടണം. ഇത്രയും ഉണ്ടെങ്കിൽ മാത്രമേ ഉപദേശം അംഗീകരിക്കാവുള്ളൂ. കാരണം യേശു പറയാത്ത ഉപദേശമൊന്നും നമ്മൾ ഏറ്റെടുക്കരുത്. അപ്പോസ്തലന്മാര് പറഞ്ഞിരിക്കണം. പറഞ്ഞാൽ പോരാ, അത് സഭയിൽ നടന്നിരിക്കണം. 1-ാം നൂറ്റാണ്ടിലെ സഭയ്ക്കകത്ത് ഈ പറഞ്ഞ കാര്യം നടക്കണം. അവിടെ ആരാ ഏത് പൗലോസാ ഛർദ്ദിപ്പിച്ചത്? ലൂക്കോസ് ആരെയും ഛർദ്ദിപ്പിച്ചോ? മർക്കോസ് ആരെയും ഛർദ്ദിപ്പിച്ചോ? യേശു ആരെയും ഛർദ്ദിപ്പിച്ചോ? പഴയ നിയമത്തിൽ ഏതെങ്കിലും പ്രവാചകന്മാർ ആരെങ്കിലും ഛർദ്ദിപ്പിച്ചായിട്ട് വാക്യം പറയാവോ? യോബിന്റെ പുസ്തകത്തിൽ ഒരു വാക്യമുണ്ട്, നായെ പരിണമിച്ച് ഛർദ്ദിക്കുമെന്ന്. അത് പട്ടിയെക്കുറിച്ച് പറഞ്ഞതാ. പ്രൈസ് ദി ലോർഡ്. അല്ലാതെ അത് വിശ്വാസത്തെ കുറിച്ച് പറഞ്ഞതല്ല. അതുകൊണ്ട് ഇപ്പോഴും ആ ശുശ്രൂഷ ബഹറിലൊക്കെ ഉണ്ട്. ഇവിടെ വന്ന് ടിനു ജോർജ് വന്നപ്പോഴത്തേന് എൻ്റെ 2 വിശ്വാസികളെ കൊണ്ടുപോയി പാലസീൻ ഹോട്ടലില് സണ്ണിച്ചാന്റെ ഭാര്യ ഓമന, ഒന്ന് മിഡിൽസ് വറീസിന്റെ പെങ്ങള്, പിന്നെ ഒരു ആനി സിസ്റ്റർ, അവരെ കൊണ്ടുപോയി അവിടെ ഛർദ്ദിപ്പിച്ച് ബഹളം വെച്ച് അവർക്ക് എന്നോട് പറയാൻ ഒരു പേടി. അവസാനം അത് പ്രശ്നമായി, വലുതായി. ഈ പ്രശ്നം എന്ന് പറഞ്ഞാൽ എനിക്കത് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടാണ്. കാരണം ഞാൻ 39 വർഷമായിട്ട് സത്യ ഉപദേശം പറയുന്നുകൊണ്ടാണ് നിൽക്കുന്നത്. ജീവിതത്തിൽ ചില കുറവുകളൊക്കെ ഉണ്ട്. അതെൻ്റെ ജീവിതത്തിലെ ചിലപ്പം ദൈവവചനം അനുസരിക്കാത്ത കുറവും ഏകാഗ്രതയും ചിലപ്പം പാവത്തിൻ്റെ ഒക്കെ വന്നിട്ടുണ്ട്. പക്ഷെ വചനവിരുദ്ധമായി 39 വർഷമായിട്ട് ഒരു കാര്യവും ഞാൻ അംഗീകരിക്കത്തില്ല. അതുകൊണ്ടാണ് ഞാൻ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഇങ്ങനെ നിന്നുപോയത്. ഇവിടുത്തെ കോടീശ്വരന്മാർ എൻ്റെ കയ്യിലായിരുന്നു. സ്തോത്രം. ജോസഫച്ചാൻ എന്ന് പറയും, ബറീസിന്റെ അനിയനെ ഞാനാ സ്നാനപ്പെടുത്തിയത്. സ്തോത്രം. അദ്ദേഹത്തിന്റെ പെങ്ങളെ സ്നാനപ്പെടുത്തിയത് ഞാനാ. അദ്ദേഹത്തിന്റെ അളിയനെ സ്നാനപ്പെടുത്തിയത് ഞാനാ. അമ്മായിയപ്പനെ സ്നാനപ്പെടുത്തിയത് ഞാനാ. അങ്ങനെ ആ കുടുംബം മൊത്തം എൻ്റെ വിശ്വാസികളായിരുന്നു. സ്തോത്രം. എനിക്ക് ഈ ഉപദേശം പിടിക്കത്തില്ല എനിക്ക്. സ്തോത്രം. അതുകൊണ്ടാ ഞാൻ അവിടെ നിന്നൊക്കെ മാറി. കൃപയാൽ ഇത്രയും വർഷം വിശ്വാസത്തിൽ നിൽക്കാനുള്ള കാരണം ഉപദേശത്തിന്റെ സത്യമാണ്. ഒരു കാരണവശാലും നമ്മൾ ഉപദേശവിരുദ്ധമായി ഒന്നും ചെയ്യരുത്. ജീവിതത്തിൽ വീഴ്ചകളൊക്കെ വരാം നമുക്ക്, അതൊക്കെ കർത്താവ് ക്ഷമിച്ചോളൂ. കർത്താവ് അതൊക്കെ, ആള് കൂടുന്നതല്ല സഭയുടെ അനുഗ്രഹം. അതാദ്യമേ നിങ്ങൾ മനസ്സിലാക്കണം. ചില ചർച്ചിലൊക്കെ 5000 പേരൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഞാൻ അത് മോശമാണെന്നൊന്നും പറയുന്നില്ല. ആള് കൂടുന്നത് അല്ല സഭയുടെ അനുഗ്രഹം. കാരണം മാർക്സിസ്റ്റ് പാർട്ടിയിൽ ആളുണ്ട്, BJPയിൽ ആളുണ്ട്, ചേരമർ സംഘടനയിൽ ആളുണ്ട്, സാമ്പോർ സംഘടനയിൽ ആളുണ്ട്, ബാർബർ സംഘടനയിൽ ആളുണ്ട്, ആദിവാസി സംഘടനയിൽ ആളുണ്ട്, പെന്തക്കോസിലും ആളുണ്ട്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ആള് കൂടുന്നതല്ല ഒരു ആത്മീക അനുഗ്രഹം എന്ന് പറയുന്നത്. അതുപോലെ ഇസ്രായേലിൽ നിങ്ങൾ നോക്കൂ, 30 ലക്ഷം പേരായിരുന്നു. നമുക്ക് അത്രയൊന്നും കൂട്ടാണ്ട് 20 ലക്ഷം പേരില്ലേ ഇസ്രായേലിൽ? 20 ലക്ഷം പേരുണ്ട്. അവരെ കുറിച്ച് 1 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 10-ാം അധ്യായത്തിൽ എഴുതി വെച്ചിരിക്കുന്ന കണ്ടോ? അവരിൽ എല്ലാവരിലും ദൈവം പ്രസാദിച്ചില്ല. ദൈവം പ്രസാദിച്ചില്ല. അടുത്ത ലൈൻ എഴുതിയിരിക്കുന്നത്, അവരെ മരുഭൂമിയിൽ തള്ളിയിട്ടു. മരുഭൂമിയിൽ ആരെയാ? മന്ന തിന്നവരെ. മന്ന. പിന്നെ ഡെയിലി രോഗസൗഖ്യം.
അവരെ മരുഭൂമി തള്ളിയിട്ടു. പിന്നെ ചെങ്കടല് കടന്നവരെ, സ്തോത്രം, ഹല്ലേലൂയ, കണ്ടോ? പിന്നെ അവരുടെ വസ്ത്രം പഴകിപ്പോയില്ല. 40 വർഷം അത്ഭുതം നടന്നു. അവരെ മരുഭൂമി തള്ളിയിട്ടു. അതുകൊണ്ട് എവിടെയെങ്കിലും കുറച്ച് ആള് കൂടിയെന്നും പറഞ്ഞ് അത് സഭയുടെ അനുഗ്രഹമാണെന്ന് നിങ്ങൾ ആരും ചിന്തിക്കരുതേ. അങ്ങനെ ബൈബിളിൽ ഇല്ല. ആള് കൂടിയോടത്തെല്ലാം വളരെ തകർച്ചകളാണ് കൂടുതലും ഉണ്ടായിരിക്കുന്നത് കേട്ടോ. അതുകൊണ്ട് വചനത്തിന് വിരുദ്ധമായി ഒന്നും നമ്മൾ ചെയ്യരുത്. അപ്പൊ ഞാൻ പറഞ്ഞു, ഉപദേശം എങ്ങനെയാന്നാ പറഞ്ഞത്? എല്ലാവരും ഇത് നിങ്ങൾ എഴുതിയെടുത്തോളാം കേട്ടോ. ഉപദേശം എങ്ങനെയാ? 1, യേശു പറഞ്ഞിരിക്കണം. 2, അപ്പോസ്തലന്മാരത് പറഞ്ഞിരിക്കണം, ചെയ്തിരിക്കണം. 3, അത് സഭയിൽ നടന്നിരിക്കണം. 4, സുവിശേഷത്തിൽ ഉണ്ടാകണം. 5, ലേഖനത്തിൽ ഉണ്ടാകണം. 6, പഴയ നിയമത്തിൽ. ഇനി ഞാനൊരു തെളിവുകൂടെ തരാം. സ്നാനം നമ്മൾ അംഗീകരിക്കുന്നു. എന്തുകൊണ്ട്? യേശു അത് പറഞ്ഞു, യേശു അത് ചെയ്തു. അപ്പോസ്തലന്മാരത് പറഞ്ഞു, അവരത് പ്രസംഗിച്ചു, അവരത് ചെയ്തു. പിന്നെ സഭയിൽ അത് നടന്നു. സ്തോത്രം. ലേഖനത്തിൽ അതുണ്ട്, സുവിശേഷത്തിൽ അതുണ്ട്, പഴയ നിയമത്തിലും ഉണ്ട്. സ്തോത്രം. പഴയ നിയമത്തിൽ പറയുന്നു, ആ പെട്ടകത്തിൽ അല്പജനം എന്ന് വെച്ചാൽ അത് സ്നാനത്തിന്റെ നിഴലാണെന്ന്. അപ്പോൾ പഴയ നിയമത്തിൽ അതൊരു തെളിവുണ്ട്. അതുകൊണ്ട് ഞാൻ ഒരു കാര്യം പറഞ്ഞു, ഇതുപോലെ തെളിവില്ലാത്തതൊന്നും അംഗീകരിക്കാൻ പോകരുത് കേട്ടോ. ആമേൻ. സ്തോത്രം പറഞ്ഞേ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. പരിശുദ്ധാത്മാവിൽ വീഴും. നമുക്ക് ചിലപ്പോൾ പരിശുദ്ധാത്മാവിന്റെ ഒരു വലിയ നിറവ് വരുമ്പോൾ നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാതെ നമ്മൾ വീണു പോകുന്ന അവസ്ഥകൾ ഉണ്ടാകും. അങ്ങനെ കർത്തൃ ദിവസത്തിൽ ആത്മവിവശനായി യോഹന്നാൻ, വെളിപ്പാട് പുസ്തകത്തിൽ. പക്ഷെ യോഹന്നാനെ ആരും തള്ളിയിട്ടില്ല. യോഹന്നാനെ ആരും തള്ളിയിട്ടില്ല. അതുകൊണ്ട് തള്ളിയിടുക എന്ന് പറയുന്ന ഒരാത്മാവ് ബൈബിളിൽ ഇല്ല. സ്തോത്രം പറഞ്ഞ്. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, പലരും ഈ തള്ളിയിടുന്ന ആൾക്കാരെ നിങ്ങൾ കണ്ടിട്ടുണ്ട്. നിങ്ങൾ ശുശ്രൂഷ പോയിട്ടുണ്ട്. ഇവിടെയുണ്ട്. ഈ അവലി വീശി പാക്കി നിങ്ങൾക്ക് കാണാം കേട്ടോ. ഇനി യോരിതൊക്കെ വരുമ്പോ അവരിങ്ങനെ ഇവിടെ പിടിച്ചിട്ട് പുറകോട്ട് തള്ളിയിടും. പ്രൈസലോട് ചോദിക്കണം. പ്രൈസലോ. ഇനി നിങ്ങൾ ശ്രദ്ധിക്കണം, ഈ തള്ളി അങ്ങോട്ട് ഇടുമ്പോഴുണ്ടല്ലോ, പുറകെ 2 പേര് പിടിക്കാൻ നിൽപ്പുണ്ട്. 2 പേര് പിടിക്കാൻ നിൽപ്പുണ്ട്. കാരണം വീണെങ്ങാനും ചത്തുപോയെങ്കിൽ നാട്ടുകാർ വെച്ചേക്കുവോ. 2 പേര് പിടിക്കാൻ നിൽപ്പുണ്ട്. ആമേ. പ്രൈസ്. എന്നിട്ട് ഇവരുടെ കയ്യിൽ ഒരു തുണിയുണ്ട്. ഈ പെണ്ണുങ്ങളൊക്കെ പുറകോട്ട് വീഴുമ്പോഴത്തേനും തുണിയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറുമ്പോഴത്തേക്ക് ഇങ്ങനെ പുതപ്പിക്കുക, പുറകെ ഇങ്ങനെ തള്ളിയിടുക. പക്ഷെ ബൈബിളിൽ എവിടെയുണ്ട്? ബൈബിളിൽ നമ്മൾ കാണുന്നത് അബ്രാഹാം സാഷ്ടാംഗം വീണു. അത് പുറകോട്ടല്ല, മുന്നോട്ടാ. ദൈവത്തെ നമസ്കരിക്കാൻ വേണ്ടി വീണു. സ്തോത്രം പറഞ്ഞ്. കർത്താവിന്റെ ശിഷ്യന്മാരെന്ത് ചെയ്തു? മുൻപോട്ട് വീണ്. അതെല്ലാം മുൻപോട്ട് വീണ് ആരാധിക്കാൻ വേണ്ടി വീണതാ, അല്ലാതെ ആരും പുറകോട്ട് പിടിച്ച് തള്ളിയതല്ല. അതുകൊണ്ട് അതിനകത്ത് ചെന്ന് കയറരുത് കേട്ടോ. ഇവിടെയൊക്കെ അതുണ്ട്. ഇവിടെയല്ല അത് ഛർദിപ്പിക്കുക, ഇങ്ങനെ തള്ളിയിടുക. IPC-യിലും ചച്ചോടിലും ഒന്നുമില്ല, ഏജിലും ഒന്നുമില്ല. പ്രൈസ്. ഈ ഉപദേശം ഉള്ളിടത്തൊന്നും കാണാം. എല്ലാത്തോടത്തെല്ലാം ഈ പരിപാടി നടക്കും. അവർ തള്ളിയിടുന്നുണ്ട്. ഞാൻ ഇനിയും നിങ്ങളോടൊരു ചോദ്യം. ഈ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ മറ്റൊരാള് തള്ളിയിടാതെ സൗഖ്യമാക്കാൻ അറിയത്തില്ലേ? ഇയാളെ കൊണ്ട് തള്ളി ഇടിച്ചിട്ടാണോ ദൈവത്തിന്റെ ആത്മാവ് സൗഖ്യമാക്കുന്നത്? എന്നാ പിന്നെ നമുക്ക് ആത്മാവ് എന്തിനാ? മറ്റൊരുത്തൻ തള്ളി ഇട്ടിട്ട് പിന്നെ അയാളെ ഈ ആത്മാവ് എന്ത് ചെയ്യാ? സൗഖ്യമാക്കുക. പ്രൈസ് ദി ലോർഡ്. അല്ലല്ലേ? ഏതെങ്കിലും ഒരു കാര്യം ചിന്തിക്കുമ്പോൾ ഒരു സാമാന്യ ബുദ്ധി നമുക്ക് വേണ്ടേ? ഒരാള് തള്ളി ഇട്ടിട്ട് പിന്നെ ദൈവാത്മാവല്ല. ദൈവ ആത്മാവെന്ന് പറയുന്നത് ദൈവമാണ്. കർത്താവ് അങ്ങനെ പറഞ്ഞു, ഞാൻ പോകാഞ്ഞാൽ കാര്യസ്ഥനെന്ന വിളിച്ചത്. അവൻ എന്ന പദം ഉപയോഗിച്ചാൽ ദൈവമാണ്. നമ്മൾ വിചാരിക്കുന്നാൽ അതൊരു ശക്തിയല്ല, അത് ദൈവത്തിന്റെ 2ാമത്തെ വെളിപ്പാടാണ്. സ്തോത്രം. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായല്ലോ? അങ്ങനെ ഒത്തിരി ശുശ്രൂഷകൾ ഇവിടെയൊക്കെ ഉണ്ട്. നടക്കട്ടെ. കാശ് മേടിക്കാൻ വേണ്ടി പല ശുശ്രൂഷകളുണ്ട്. ഈയിടെയെല്ലാം കഴിഞ്ഞ ദിവസം TV നമ്മൾ കണ്ട്. നിങ്ങളെല്ലാരും കൂടെ പേഴ്സ് എടുക്കണം. ഒരു ഒരു ദൈവദാസൻ പ്രസംഗിക്കുക, നിങ്ങളെ കണക്കൊന്നും നോക്കരുത്, ഇന്ന് സ്വോത്രകാഴ്ചയില്ല, നിങ്ങളെല്ലാം പേഴ്സ് എടുത്തിട്ട് അത് എത്രയുണ്ട് അത് മുഴുവൻ അങ്ങ് ഇട്ടാക്കാൻ. അതേത് ഉപദേശമാണ്? ദശാംശമാണ് 10-1. ദശാംശമാണ് 10-1 കൊടുക്കണമെന്നാ. അപ്പൊ ഇയാൾ ഈ പേഴ്സ് എടുത്ത് മുഴുവൻ അങ്ങ് ഇട്ടാക്കാൻ പറഞ്ഞത് അത് ഏത് സുവിശേഷത്തിലാണ് അങ്ങനെ എഴുതി വെച്ചേക്കുന്നത്? അത് ഏത് ലേഖനത്തിലാണ് എഴുതി വെച്ചിരിക്കുന്നത്? അത് പാവപ്പെട്ട ദൈവമക്കളെ കളിപ്പിക്കുകയല്ലേ, പാവങ്ങളെ, വചനം അറിയാവുന്നവരെ. എന്നിട്ട് കോടികളെ
ഉണ്ടാക്കിക്കോ. ഞാൻ ചോദിക്കുന്നത്, ഈ 2-3 പേളിന്റെ ആരോഗ്യമുണ്ട്, പോയി വല്ല തൂമ്പെടുത്ത് കളച്ച് ജീവിക്കാൻ തന്നെ. എന്തിനാ ഈ മനുഷ്യനെ ഇങ്ങനെ തട്ടിപ്പ് നടത്തി കളിപ്പിച്ച് എന്ത് ചെയ്യുന്നത്? ദൈവവേല ആത്മാർത്ഥതയോടെ ചെയ്താൽ ദൈവം നമ്മളെ നടത്തും. സ്തോത്രം. അപ്പോൾ ഉപദേശം ഞാൻ പറഞ്ഞതാണ് അതിൻ്റെ കറക്റ്റ്. നിങ്ങൾ അങ്ങനെ മാത്രമേ അംഗീകരിക്കാവുള്ളൂ. ഏത് പാസ്റ്റർ പ്രസംഗിച്ചാലും ശുശ്രൂഷ ചെയ്താലും നിങ്ങൾ നോക്കണം, ഇത് യേശു ചെയ്തതുപോലാണോ, ഇത് സുവിശേഷത്തിലുണ്ടോ, ഇത് ലേഖനത്തിലുണ്ടോ, ഇത് പഴയ നിയമത്തിലുണ്ടോ, ഇത് സഭയിൽ നടന്നിട്ടുണ്ടോ. ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ അംഗീകരിക്കണം, അല്ലെങ്കിൽ അത് ദുരാത്മാവായിരിക്കും, അത് ദൈവാത്മാവിരിക്കത്തില്ല. 2 ക്രിസ്തു ഉണ്ട് ബൈബിളിൽ. പൗലോസ് പറയുന്നുണ്ട്, ഞങ്ങൾ പ്രസംഗിക്കപ്പെട്ട ക്രിസ്തു അല്ലാതെ മറ്റൊരു ക്രിസ്തു. ഇനി 2 വഴിയുണ്ട് ബൈബിളിൽ. ഏതാ? ഇടുക്ക് വഴിയും വിശാല വഴിയും. 2 വാതിലുണ്ട്. ഏതൊക്കെയാ? വിശാല വാതിലും ഇടുക്ക് വാതിലും. ഇനിയും 2 പ്രൈസ് ദി ലോർഡ് സുവിശേഷമുണ്ട്. ഏതൊക്കെയാ? മണലുമേ പണിത വീടും പാറമേ. ഏതാ? മണലുമേ പണിത വീട് താൽക്കാലിക വിടുതൽ, പാറമേൽ പണിത വീട് നിത്യ വിടുതൽ. ഹല്ലേലൂയ പറഞ്ഞേ. അതുകൊണ്ട് നിത്യതയുടെ ഉപദേശം, താൽക്കാലികമായ വിടുതലും. സ്തോത്രം. ഇതിനകത്ത് നിന്ന് ചെന്ന് വീഴരുത് കേട്ടോ. ഹല്ലേലൂയ പറഞ്ഞേ. വിശാലവാതില്. വിശാലവാതിൽ എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? അവിടെ വലിയ സ്കൂള്, കോളേജ്, ഹോസ്പിറ്റലുകള്, കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇപ്പുറത്ത് വെറും ഇടുക്ക് വാതില. അതിലെ പോകാൻ ആളും വളരെ കാരണം അതിലെ പോകാൻ സിഗരറ്റ് വലിക്കാൻ പാടില്ല, വീടി വലിക്കാൻ പാടില്ല, പൂർണ്ണ വിശുദ്ധി വേണം, വേർപാട് വേണം. ദൈവവചനം അനുസരിക്കണം, ദൈവവചന പ്രകാരം ജീവിക്കണം. അതുകൊണ്ട് ഇതിലെ പോക്ക് വളരെ കുഴപ്പം. അപ്പുറത്ത് പോയാൽ എല്ലാ പണിയും ചെയ്യാൻ നമുക്ക്, രാഷ്ട്രീയവും കളിക്കാം, വേണമെങ്കിൽ എന്ത് ചെയ്യാം, MLA ആകാനും ഒക്കെ അവർ അനുവാദം കൊടുക്കും. ഇതിനകത്ത് നടക്കത്തില്ല. ലോകത്തിന്റെ ഭരണം ദൈവമക്കൾ കൈകാര്യം ചെയ്യണമെന്ന് ബൈബിളിൽ ഒരു വാക്യവും ഇല്ല. ഹല്ലേലൂയ പറഞ്ഞേ. അതുകൊണ്ട് നമുക്ക് ഇവിടുത്തെ MLA ആകാനും MP ആകാനും ഒന്നും വേദപുസ്തകം അനുവദിക്കുന്നില്ല. സ്തോത്രം പറഞ്ഞ് കേരളത്തിൽ ഒത്തിരി പേര് ഇറങ്ങുന്നുണ്ടെന്ന്. അത് ബൈബിളിൽ ഇല്ലാത്ത കാര്യം അവര് ചെയ്യുന്നു. അത് നമ്മൾ എങ്ങനെ അംഗീകരിക്കും? ഏതാ? IPC ഒക്കെ ഉണ്ട്. IPCയിലൊക്കെ ഇപ്പൊ വലിയ പ്രശ്നം നടന്നുകൊണ്ടിരിക്കുക. ബൈബിളിൽ ഒരിക്കലും ഈ ലോകത്തിന്റെ മാനുഷിക ഭരണത്തിൽ ദൈവമക്കൾ ഇടപെടണമെന്ന് സുവിശേഷത്തിലുമില്ല, ലേഖനത്തിലുമില്ല. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അധികാരികളെ ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കുക, രാജാക്കന്മാരെ ഓർത്ത് പ്രാർത്ഥിക്കുക. അല്ലാതെ കണ്ട് നമ്മൾ അതിനകത്ത് കയറി ഇടപെടണമെന്ന് ഒരൊറ്റ വാക്യം പോലും ഇല്ല കേട്ടോ. ഇങ്ങനെ വരുന്നോണ്ട് ചോദിക്കും, പറ ഒരു വാക്യം കാണിക്കാൻ പറയണം. എവിടെയും നിങ്ങൾ ഒരു വാക്യം കാണിക്കേ. നമുക്ക് എവിടെയാ? നമുക്ക് ദൈവരാജ്യമാണ്. നമ്മള് 2 തലങ്ങളിൽ ജീവിക്കുന്നവരാ. 2 തലങ്ങളിൽ. ഒന്ന്, ഈ ഭൂമി മാത്രമല്ല, മോളിത്തെ രാജ്യവുമായിട്ട് നമുക്ക് ബന്ധമുണ്ട്. ഇവിടെ മാത്രം അല്ല. എന്നാൽ ലോകക്കാർക്ക് അങ്ങനെ, അവർക്ക് മോളിൽ യാതൊരു ബന്ധവുമില്ല, അവർക്ക് ഇവിടുത്തെ ഇടപാടേ ഉള്ളൂ. നമ്മൾ അങ്ങനെയല്ല. നമുക്ക് ദൈവരാജ്യത്തിൽ ബന്ധമുണ്ട്, അവിടുത്തെ ഉപദേശമുണ്ട്, അവിടുത്തെ നടത്തിപ്പുണ്ട്, അവിടുത്തെ ഭരണമുണ്ട്, അവിടുത്തെ സാന്നിധ്യമുണ്ട്. അതുകൊണ്ട് അത് വിട്ട് നമുക്കൊന്നും ഇവിടെ നിന്നോട്ട് ചെയ്യാൻ നമുക്ക് പറ്റില്ല. അപ്പൊ തന്നെ നമ്മൾ ഈ ലോകത്തിലാണ് ജീവിക്കുന്നത്. അവിടെ നമ്മൾ 2 തലത്തിൽ ജീവിക്കുന്നവർ. അതുകൊണ്ട് എല്ലാവരും ജോലിയൊക്കെ ചെയ്യുമ്പോൾ ഓർത്തോണം, മറ്റുള്ളവരൊക്കെ ഒരു തലത്തിൽ, ഇവിടെ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് അവരെ പോലെ നമ്മൾ കാണിക്കരുത് ജോലി സ്ഥലത്തൊന്നും. കാരണം നമുക്ക് മോളി ബന്ധമുള്ളവരാണ്. നമ്മൾ ദൈവരാജ്യത്തിന്റെ അംഗങ്ങളാണ്. ദൈവരാജ്യത്തിന് നിയമമുണ്ട്, അതിന് ഭരണമുണ്ട്, അതിന് ചട്ടമുണ്ട്, അതനുസരിച്ച് പോകേണ്ടവരാ നമ്മള്. അതുകൊണ്ട് മറ്റവർക്കത് നോക്കേണ്ട കാര്യമില്ല. അവർക്ക് കള്ളത്തരം കാണിക്കാൻ, തട്ടിപ്പ് ഒക്കെ കാണിക്കാം. നമുക്കത് പറ്റില്ല. കാരണം നമ്മൾ ദൈവരാജ്യത്തിന്റെ അംഗങ്ങളാ, അവിടുത്തെ മക്കളാണ് നമ്മള്. സ്തോത്രം. അവിടുത്തെ മക്കളാ. മനസ്സിലായല്ലോ നിങ്ങൾക്ക്? വേഗത്തിൽ മടങ്ങി വരാം, പറഞ്ഞ് അവസാനിപ്പിക്കാം. മത്തായിയുടെ സുവിശേഷത്തിലേക്ക് വീണ്ടും വരാം. നമ്മൾ വായിച്ചത് 27-ാം അധ്യായത്തിന്റെ 32 തൊട്ടുള്ള വാക്യങ്ങളായിരുന്നു. യേശു ക്രിസ്തുവിന്റെ ക്രൂശിനെ കുറിച്ച് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ ആദ്യമേ നമ്മൾ ചിന്തിച്ചത് ക്രൂശ് ചുമന്ന ശീമോനെ, രണ്ടാമത് നമ്മൾ ചിന്തിച്ചത് ശിഷ്യന്മാരെ കുറിച്ച് ചിന്തിച്ചു. അത് പൂർത്തീകരിച്ചിട്ടില്ല. ക്രൂശിന്റെ ചുവട്ടിൽ സഹോദരിമാരുണ്ടായിരുന്നു. അതാരൊക്കെയായിരുന്നു എന്ന് നമ്മൾ ചിന്തിച്ചു. യേശുവിൻ്റെ അമ്മ മറിയ ഉണ്ടായിരുന്നു, യേശുവിൻ്റെ അമ്മയുടെ അനിയത്തി മറിയ ഉണ്ടായിരുന്നു, മഗ്ദല മറിയ ഉണ്ടായിരുന്നു. പ്രൈസ്
ഇത്രയൊന്നും അല്ല, അവര് ഗലീലയിൽ നിന്ന് ഒരു കൂട്ടം സ്ത്രീകൾ ഉണ്ടായിരുന്നു. ഗലീലയിൽ നിന്ന് ഒരു കൂട്ടം സ്ത്രീകൾ യേശുവിന്റെ ക്രൂശിന്റെ പിന്നാലെ ഉണ്ടായിരുന്നു. എന്നാൽ കാൽവറിയിൽ വന്നപ്പോൾ അത് വെറും 3 പേരായി. 3 പേരായി. ബാക്കിയുള്ളവരെല്ലാം എന്ത് ചെയ്തു? ദൂരേക്ക് പോയി. സ്തോത്രം, ഹല്ലേലൂയ. തുടക്കത്തിൽ ഗലീലായിൽ നിന്ന് ഒരു വലിയ കൂട്ടം സ്ത്രീകൾ. സ്തോത്രം, ഹല്ലേലൂയ. ഈ ശീമോൻ ക്രൂശ് ചുമന്നപ്പോൾ നടന്നൊരു സംഭവം ഞാനത് പറഞ്ഞില്ല, ഞാൻ അതുകൊണ്ടൊന്ന് ഓർപ്പിക്കാം. ശീമോൻ ഓടി വന്ന് യേശുവിന്റെ ക്രൂശ് എടുത്തു. അതിന്റെ ഒരു അറ്റം ശീമോൻ എടുത്തു. അപ്പോൾ യേശുവിന് ഒരു ആശ്വാസം കിട്ടി. മറ്റേ യേശു നിലത്ത് വീഴുകയായിരുന്നു. ക്രൂശ് എടുക്കാൻ പറ്റുന്നില്ല. കാരണം യേശുവിന്റെ പുറമെല്ലാം അടിച്ച് ഉഴവുചാലു പോലെ മുറിഞ്ഞിരിക്കുക. മുഖത്തെ രോമങ്ങളെല്ലാം പറിച്ചെടുത്തിട്ടുണ്ട്. തലയിൽ ഒരു മുൾക്കിരീടം അടിച്ചിട്ടുണ്ട്. ഒരു പഴുതുണി കഷ്ണം തന്നെ ഉടുപ്പിച്ചിരിക്കുക. രക്തം ഒലിച്ചുകൊണ്ടിരിക്കുക. തൻ്റെ ശേഷിയെല്ലാം നഷ്ടപ്പെട്ട് ക്രൂശുമായിട്ട് താൻ നിലത്ത് വീഴുകയാണ്. അപ്പോഴാണ് റോമൻ ശതാധിപൻ വളരെയധികം പേടിച്ചു. കാരണം ഈ മനുഷ്യനെ കാൽവറി വരെ കൊണ്ടുപോകാൻ കഴിയത്തില്ല, വഴി വീണ് മരിച്ചു പോകും. അതിനു മുൻപായിട്ട് ഈ ക്രൂശ് ഒന്ന് ചുമപ്പിക്കാൻ ഒരാളെ കിട്ടാൻ വേണ്ടി അയാൾ ഇങ്ങനെ വട്ടം നോക്കുക. ഒരു മനുഷ്യനും ക്രൂശ് എടുക്കാൻ വരത്തില്ല, ക്രൂശ് തൊടാൻ വരത്തില്ല. അങ്ങനെ വരുമ്പോഴാണ് ശീമോൻ വരുന്നത്. ശീമോൻ വന്ന് യേശുവിന്റെ ക്രൂശിലേക്ക് തോള് കൊടുത്തു. അദ്ദേഹം ക്രൂശ് എടുക്കാൻ വന്ന ആളായിരുന്നില്ല. അദ്ദേഹം യെരുശലേമിലേക്ക് പോകാൻ വന്ന ആളാണ്. യെരുശലേമിൽ ഇപ്പോൾ പെസഹ പെരുന്നാൾ നടക്കുകയാണ്. അങ്ങോട്ട് പോകാൻ വന്നതാ. പക്ഷെ അദ്ദേഹം അതങ്ങ് മാറ്റിവെച്ചു. അദ്ദേഹത്തിന്റെ യെരുശലേമിലേക്കുള്ള യാത്രയും അദ്ദേഹത്തിന് മുൻപിലുള്ള സകല പദ്ധതികളും സകല പ്ലാനുകളും മാറ്റി വെച്ചിട്ട് ആ ക്രൂശിലേക്ക് തന്റെ തോള് കൊടുത്തു. എല്ലാം മാറ്റി വെക്കാവോ? എല്ലാം മാറ്റാവോ? ചിലരൊക്കെ ചില പ്ലാൻ ഉണ്ടാക്കി വെച്ചുകൊണ്ടിരിക്കുക. ഇന്ന് രാത്രി അതൊക്കെ മാറ്റി വെച്ചിട്ട് ആ ക്രൂശിന്റെ വചനത്തിന്റെ മുമ്പിൽ നിന്നെ സമർപ്പിക്കാൻ പറ്റുമോ? അത് ഏറ്റെടുക്കാൻ പറ്റുമോ? അതിന്റെ മുമ്പിൽ താഴ്ത്താൻ കഴിയുമോ? സ്തോത്രം. ശീമോൻ ഒരിക്കലും ക്രൂശ് എടുക്കാൻ വന്നതായിരുന്നില്ല. പക്ഷേ അദ്ദേഹത്തെ ആമേൻ പ്ലാനുകളെല്ലാം മാറ്റി, പദ്ധതികളെല്ലാം മാറ്റി അദ്ദേഹം ക്രൂശിലേക്ക് തോള് കൊടുത്തപ്പോൾ അവിടെ വലിയൊരു അത്ഭുതം നടന്നു. എന്താ നിങ്ങൾക്കറിയാമോ? ഗലീല പുത്രിമാര് മാറത്തടിച്ച് കരയായിരുന്നു അവരെ. യേശുക്രിസ്തുവിന്റെ ഈ അനുഭവം കണ്ടവര് നിലവിളിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഈ ശീമോൻ ക്രൂശ് എടുത്തപ്പോൾ യേശുവിന്റെ തലയൊന്ന് നൂർന്നു. ഉടനെ യേശു അവരോടൊരു വലിയ സന്ദേശം പറഞ്ഞു. ഈ ഗലീല പുത്രിമാരെ നോക്കിയിട്ട് യേശു പറഞ്ഞു, ഗലീല പുത്രിമാരെ, നിങ്ങൾ എന്നെ ചൊല്ലി കരയണ്ട, നിങ്ങൾ നിങ്ങളുടെ മക്കളെയും നിങ്ങളെയും ചൊല്ലി കരവിൻ. പച്ച മരത്തോട് ഇങ്ങനെയാണെങ്കിൽ ഇവർ ഉണങ്ങിയ മരത്തോട് എന്ത് ചെയ്യും എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? ആത്മാവുള്ള എന്നോട് ഇങ്ങനാണെങ്കിൽ ആത്മാവില്ലാത്ത നിങ്ങളെ ലോകം വെച്ചേക്കത്തില്ലെന്നാ പറഞ്ഞേ. ഹല്ലേലൂയ പറഞ്ഞേ. പച്ച മരമായ എന്നോട് ഇങ്ങനെ ചെയ്യുന്നെങ്കിൽ ഉണക്കമരമായ നിങ്ങളോട് എങ്ങനെ ചെയ്യും? അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ മക്കളെ ചൊല്ലി കരവീൻ, നിങ്ങളെ ചൊല്ലി കരവീൻ എന്ന് പറഞ്ഞൊരു വലിയ ദൂത്, ഒരു വലിയ സന്ദേശം, ഒരു ചെറിയ പ്രസംഗം യേശു ഗലീല പുത്രിമാർക്ക് കൊടുത്തു. ശീമോൻ ക്രൂശ് എടുത്തത് കൊണ്ടാണ് യേശുവിന് അത് പറയാൻ കഴിഞ്ഞത്. ഹല്ലേലൂയ പറഞ്ഞേ. ശീമോൻ ക്രൂശ് എടുത്തില്ലായിരുന്നെങ്കിൽ അത് പറയാനായിട്ട് യേശുവിന്റെ തല നിവരുകയില്ലായിരുന്നു. ശീമോൻ ആ ക്രൂശ് എടുത്തപ്പോൾ തന്റെ തല നിവർന്നു. അതുകൊണ്ട് ഞാൻ ഒരു സന്ദേശം നിങ്ങളെ ഓർപ്പിക്കാം. ക്രൂശിന്റെ വചനം ഏറ്റെടുത്താൽ അനേകർക്ക് സന്ദേശം പറയാൻ അവസരങ്ങൾ തുറന്നു. സ്തോത്രം പറഞ്ഞാട്ടെ. ഏറ്റെടുക്കാൻ തയ്യാറാണോ? യേശുവേ നന്ദി, യേശുവേ നന്ദി. പ്രൈസ് ദി ലോർഡ്. അവരങ്ങനെ മുമ്പോട്ട് പോകുകയാണ്. യേശു ക്രൂശിൽ കിടക്കുമ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ശിഷ്യന്മാരെല്ലാം ഓടിപ്പോയി. പക്ഷെ യോഹന്നാൻ മടങ്ങി വന്നു. എന്തുകൊണ്ട് മടങ്ങി വന്നു? യോഹന്നാൻ ദൈവത്തെ സ്നേഹിക്കുന്നു, ദൈവം യോഹന്നാനെ സ്നേഹിക്കുന്നു. അതുകൊണ്ട് ഒരു കാര്യം നമ്മൾ പഠിച്ചു, ഏതു വേദനയിലും സ്നേഹമുള്ളവൻ ഇട്ടേച്ചു പോകത്തില്ല. ഹല്ലേലൂയ പറഞ്ഞേ. സ്നേഹമുള്ളവൻ ഇട്ടേച്ചു പോകാൻ കഴിയുകയില്ല. പത്രോസും ഒക്കെ ദൂരെ പോയി, ഹല്ലേലൂയ. മർക്കോസും ഒക്കെ പോയി, അന്ത്രയോസും ഒക്കെ പോയി. പക്ഷെ യോഹന്നാൻ പോയെങ്കിലും മടങ്ങി വന്ന് എന്താ കാര്യം? യോഹന്നാന്റെ ഉള്ളിൽ ദൈവസ്നേഹം തിങ്ങുന്നത് കൊണ്ട് വേദനയിൽ ഇട്ടേച്ചു പോകുവാൻ, കഷ്ടതയിൽ ഇട്ടേച്ചു പോകുവാൻ, നൊമ്പരങ്ങളിൽ ഇട്ടേച്ചു പോകുവാൻ യോഹന്നാന് കഴിയുന്നില്ല.
ഇന്ന് രാത്രി ഞാൻ ഒന്നുകൂടെ ഓർപ്പിക്കുന്നു, ദൈവസ്നേഹമുള്ള ദൈവമക്കൾ കഷ്ടതയിൽ ഇട്ടേച്ച് പോകത്തില്ല, അവർ വേദനയിൽ ഇട്ടേച്ച് പോകത്തില്ല. അവര് സഭയുടെ നൊമ്പരങ്ങളിലും സഭയുടെ വേദനകളിലും സഭ കടന്നു പോകുന്ന ത്യാഗ മനോഭാവങ്ങളിലും ഇങ്ങനെയുള്ളവർക്ക് ഇട്ടേച്ച് പോകാൻ പറ്റില്ല, അവർ പോകില്ല. നിങ്ങൾ നിൽക്കുവോ? ഞാൻ ഈ രാത്രി ചോദിക്കുക, നമുക്കെതിരെ ചില പ്രതികൂലങ്ങൾ ആഞ്ഞടിക്കുമ്പോൾ, ചില പ്രതിസന്ധികൾ ആഞ്ഞടിക്കുമ്പോൾ, ചില തകർച്ചയുടെ സ്റ്റേജിലും ചില വേദനയുടെ സ്റ്റേജിലും യോഹന്നാൻ നിന്നതുപോലെ ദൈവസഭയ്ക്ക് സപ്പോർട്ടായി നിൽക്കാൻ പറ്റുമോ? ദൈവസഭയ്ക്ക് സഹായമായി നിൽക്കാൻ പറ്റുമോ? ആശ്വാസമായി നിൽക്കാൻ പറ്റുമോ? എത്ര പേര് ഈ രാത്രിയിൽ തീരുമാനിക്കും പ്രൈസ് ദി ലോർഡ് നിൽക്കാൻ പറ്റുമോ? ആമേൻ. നമുക്കത് കഴിയണം. യേശു നേരെ ഒന്ന് നോക്കി. സ്തോത്രം. താഴെ നിൽക്കുന്നവരൊക്കെ കണ്ടു. രണ്ട് സൈഡിലോട്ട് ഒന്ന് നോക്കി. സ്തോത്രം. ഹല്ലേലൂയ. യേശു ഒരു പ്രാർത്ഥന, പിതാവേ ഇവർ ചെയ്യുന്നത് എന്തെന്നറിയാഴികയാൽ ഇവരോട്, ആരോട്? തൻ്റെ മുൾക്കിരീടം തൻ്റെ തലയിൽ അടിച്ചവരോട്, തൻ്റെ ദേഹമെല്ലാം മുഴവ് ചാലുപോലെ മുറിഞ്ഞിരിക്കുന്നു. തന്നെ കൊല്ലാൻ ക്രൂശിൽ തൂക്കിയിട്ടിട്ട് താഴെ നിന്നുകൊണ്ട് കൂക്ക് വിളിക്കുന്നവരെ നോക്കിയിട്ട് യേശു പ്രാർത്ഥിച്ചു. ഞാൻ ഇന്ന് രാത്രി ചോദിക്കട്ടെ, നിനക്കിങ്ങനെ ദ്രോഹിക്കുന്നവരെ, എതിരെ വരുന്നവരെ, നിനക്ക് വിരോധമായി നിൽക്കുന്നവരെ, നിന്നെ ഉപദ്രവിക്കുന്നവരെ, നിനക്കെതിരെ പ്രവർത്തിക്കുന്നവർക്ക് വേണ്ടി ഒരു മിനിറ്റ്, ഒരു സെക്കൻഡ് പ്രാർത്ഥിക്കാൻ കഴിയുമോ? സ്തോത്രം പറഞ്ഞ് പ്രാർത്ഥിക്കാൻ കഴിയുമോ? പ്രാർത്ഥിക്കാൻ കഴിയുമോ? യേശു നേരെ നോക്കി, രണ്ട് സൈഡിലേക്ക് നോക്കി പ്രാർത്ഥിക്കുകയാണ്. നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം കേട്ടോ, ക്രൂശിൽ കിടക്കുക കേട്ടോ. ആമേൻ, പ്രൈസ് ദി ലോർഡ്. നേരെ ഇങ്ങനെ നോക്കി യേശുവിന്റെ അമ്മയെ കണ്ടു. അപ്പനില്ല, അപ്പൻ മരിച്ചു പോയെന്നാണ് എല്ലാരും പറയുന്നത്. അതുകൊണ്ടാണ് യേശുവിന്റെ അമ്മ വന്നത്. ഗലീല എന്ന് പറയുന്ന പ്രവിശ്യയിൽ നിന്ന് ഗലീലയും കടന്ന് ശമരിയയും കടന്നാണ് യെരുശലേമിൽ വന്നേക്കുന്നത്. 2 സ്റ്റേറ്റ് കടന്നാണ് ആ തള്ള ഈ മോന്റെ പുറകെ വന്നേക്കുന്നത്. അതിൽ നിന്ന് ഒരു കാര്യം പഠിച്ചു. മോനെ പ്രൈസ് ദി ലോർഡ് യഹൂദ മതത്തിനും പാപത്തിനുമൊക്കെ എതിരായപ്പോൾ എല്ലാവരും മകനെ വിമർശിച്ച് അവനെതിരെ പ്രവർത്തിച്ചപ്പോഴും കൊല്ലാൻ തുടങ്ങിയപ്പോഴും ക്രൂശി തൂക്കിയപ്പോഴും തള്ള ഇട്ടേച്ചു പോയില്ല. ലേലിയ പറഞ്ഞേ, ആ തള്ള എന്ത് ചെയ്തു? മോനോടുള്ള സ്നേഹം കൊണ്ട് അടുത്തു വന്നു. അതുകൊണ്ട് ഇന്ന് രാത്രി ഞാൻ ഒരു കാര്യം പറയാം, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് അല്പ പെശക് പറ്റിയെന്ന് പറഞ്ഞ്, എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ ഉണ്ടായെന്ന് പറഞ്ഞ് ആ കുഞ്ഞുങ്ങളെ ഉപേക്ഷിച്ച് കളയരുതേ. യേശുവിന്റെ അമ്മ യേശുവിനെ ഉപേക്ഷിച്ചില്ല. സ്തോത്രം. അവന്റെ കയ്യിലിരിപ്പ് കൊണ്ടാണ് യഹൂദന്മാരെല്ലാം അവനോട് ഇങ്ങനെ കാണിക്കുന്നത്. അവൻ ഇതിന്റെ വല്ല ആവശ്യമുണ്ടോ? സ്തോത്രം പറഞ്ഞ് അവൻ എന്തിനാണ് ഈ ആവശ്യമില്ലാത്തതിനകത്ത് ഇടപെടാൻ പോകുന്നത്? അതിന്റെ ആവശ്യം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ആ തള്ള യേശുവിനെ തള്ളിക്കളഞ്ഞോ? ഇല്ല. ഒന്നാമത്തെ പ്രവശ്യം കഴിഞ്ഞ് രണ്ടാമത്തെ പ്രവശ്യം കഴിഞ്ഞ് മൈലുകൾ നടന്നാണ്. ഇന്നത്തെ കാലത്തെ പോലെ അല്ല, അന്ന് യാത്ര ചെയ്യുന്നത് കഴുതയുടെ പുറത്തൊക്കെയാ. സ്തോത്രം പറഞ്ഞ് എത്രയോ മൈലുകൾ നടന്നാണ് ആ മകന്റെ കഷ്ടതയിലേക്ക് ആ തള്ള വന്ന് നിൽക്കുന്നത്, ആ മകന്റെ വേദനയിൽ ആ തള്ള വന്ന് നിൽക്കുന്നത്, ആ മകന്റെ മരണത്തിൽ ആ തള്ള വന്ന് നിൽക്കുന്നത്. ഞാൻ ഇന്ന് രാത്രി നിങ്ങളോട് ചോദിക്കുകയാണ്, ഇതുപോലെയുള്ള വേദനകളിൽ നിങ്ങൾക്ക് ചേർന്ന് നിൽക്കാൻ പറ്റുമോ? ഇതുപോലെ ഉള്ള സങ്കട സമയങ്ങളിൽ, വേദനയുടെ സമയങ്ങളിൽ, നൊമ്പരത്തിന്റെ സമയങ്ങളിൽ ദൈവസഭയോട് ചേർന്ന് നിൽക്കാൻ നിങ്ങൾക്ക് കഴിയുമോ? ഹല്ലേലൂയ പറഞ്ഞേ. ഈ രാത്രി തീരുമാനം എടുത്തു വേണം പോകാൻ. അനുഗ്രഹത്തിനും നന്മയ്ക്കും മാത്രമാണോ, ലോകത്തിലെ നന്മയ്ക്കാണോ നമ്മൾ ഇറങ്ങിയത്? സ്തോത്രം, സ്തോത്രം. യേശു യോഹന്നാനെ നോക്കിയിട്ട് പറഞ്ഞു, യോഹന്നാനെ ഇതാ നിന്റെ അമ്മ. അങ്ങോട്ട് ഏൽപ്പിച്ചു. ഇന്നലെ വരെ എൻ്റെ അമ്മയായിരുന്നു, ഇതാ നിന്റെ അമ്മ. അങ്ങനെ ക്രൂശിന്റെ ചുവട്ടിൽ നിന്ന് ഒരു പുതിയ ബന്ധം ആരംഭിച്ചു. അമ്മയും മകനും എന്ന കുടുംബം. ആ കുടുംബ ബന്ധമാണ് ദൈവസഭ. ഹല്ലേലൂയ പറഞ്ഞേ. അത് ക്രൂശിന്റെ ചുവട്ടിൽ നിന്നാണ് അത് തുടങ്ങുന്നത്. ഇന്നലെ വരെ യാതൊരു അമ്മ യോഹന്നാന്റെ അമ്മയല്ലായിരുന്നു, ഇന്നലെ വരെ യേശുവിന്റെ അമ്മയാ. എന്നാൽ ഇന്ന് ആ ക്രൂശിന്റെ ചുവട്ടിൽ വന്നപ്പോൾ യേശു കയ്യിലേൽപ്പിക്കുകയാണ്, ഇതാ നിന്റെ അമ്മ എന്ന് പറഞ്ഞ്. അങ്ങനെ ഒരു പുതിയ ബന്ധത്തിന് ആ ക്രൂശിന്റെ ചുവട്ടിൽ യേശു സ്ഥാപിക്കുകയാണ്.
ക്രൂശിൽ നിന്ന് ദൈവമക്കളെ പുതിയ ബന്ധം വരുന്നു. ഹല്ലേലൂയ പറഞ്ഞേ. ആ ബന്ധം രക്തബന്ധത്തിന് തുല്യമാണ്, അത് സഹോദര ബന്ധത്തിന് തുല്യമാണ്, അത് അമ്മയും മകനും എന്ന ബന്ധത്തിന് തുല്യമാണ്. യേശുവിന്റെ ക്രൂശിന്റെ ചുവട്ടിൽ ഉണ്ടായത്. ഞാൻ ഇന്ന് രാത്രി ഒരിക്കൽ കൂടെ പറയുന്നു, ആ ബന്ധമാണ് നമുക്കുള്ളത്. ഹല്ലേലൂയ പറഞ്ഞേ. യേശുവിന്റെ ക്രൂശിന്റെ ചുവട്ടിൽ വെച്ച് യേശു സ്ഥാപിച്ച ബന്ധമാണ് ദൈവമക്കൾക്കുള്ളത്. അതുകൊണ്ട് നിന്റെ കൂട്ടുവിശ്വാസി നിന്റെ സഹോദരിയാണ്, കൂട്ടുവിശ്വാസി നിന്റെ സഹോദരനാണ്. കൂട്ടുവിശ്വാസി ഒരു അന്യനെ പോലെ നീ കാണരുത്, അതൊരു കുടുംബ ബന്ധമാണ്. സ്തോത്രം. അടുത്ത രണ്ടാമത്തെ നിങ്ങൾ നോക്കിക്കേ, യോഹന്നാനെ ഏൽപ്പിച്ചത് എന്തായിരുന്നു? ഒരു വലിയൊരു ഉത്തരവാദിത്വം. ഇന്ന് തുടങ്ങി നീ എന്ത് ചെയ്തോണം? നിന്റെ അമ്മയായി ഈ മാതാവിന്റെ കാര്യങ്ങളെല്ലാം നീ ഏറ്റെടുത്തോണം. ഇന്ന് തുടങ്ങി നിന്റെ അമ്മയാണെന്ന് പറഞ്ഞ് വലിയൊരു ഉത്തരവാദിത്വം ഏൽപ്പിച്ചപ്പോൾ ആ ക്രൂശിന്റെ ചുവട്ടിൽ വെച്ച് സന്തോഷത്തോടെ യോഹന്നാൻ അത് ഏറ്റെടുക്കുകയാണ്. ഈ രാത്രി ഞാൻ ചോദിക്കട്ടെ, ആമേൻ ആമേൻ, ദൈവസഭയുടെ ചില ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്ത് സന്തോഷത്തോടെ യോഹന്നാൻ സമർപ്പിച്ചതുപോലെ നിങ്ങൾ തയ്യാറാണോ? തയ്യാറാണോ? നിങ്ങൾ അതിന് തയ്യാറാണോ? യോഹന്നാൻ സ്വന്തം അമ്മയെ പോലെ തന്നെ ആ മാതാവിനെ കരുതുവാനും സ്നേഹിക്കുവാനും കൂടെ കൂട്ടുവാനും ആ വലിയ ഉത്തരവാദിത്വം ക്രൂശിന്റെ ചുവട്ടിൽ വെച്ച് യേശുവിൽ നിന്ന് അത് ഏറ്റെടുക്കുകയാണ്. സ്തോത്രം. ഈ രാത്രി നിങ്ങൾ ഏറ്റെടുക്കുമ്പോ, ഹല്ലേലൂയ, ദൈവസഭയുടെ ചില ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിക്കുമ്പോൾ പുറകോട്ട് മാറാതെ സന്തോഷത്തോടെ അത് ഏറ്റെടുക്കാൻ നമുക്ക് കഴിയട്ടെ. അങ്ങനെ ക്രൂശിന്റെ ചുവട്ടിൽ നിന്ന് വലിയൊരു ഉത്തരവാദിത്തം ഉണ്ടാകുന്നു, ഒരു പുതിയ ബന്ധമുണ്ടാകുന്നു. പ്രൈസ് ദി ലോർഡ്. രണ്ടാം ഭാഗത്തേക്ക് നമുക്ക് പോകാം. എന്റെ രണ്ടാം ഭാഗത്തേക്ക് പോകുമ്പോൾ നമ്മൾ കാണുന്നത് രണ്ട് കള്ളന്മാരെ യേശുവിന്റെ പ്രത്യേകത കഴിഞ്ഞ ആഴ്ച പറഞ്ഞ ഓർമ്മയുണ്ടോ? എന്താ പറഞ്ഞത്? മറന്നുപോയി അല്ലേ? 2-3 പേര് കൂടുന്നവരുടെ നടുവിൽ, പിന്നെ ലോകത്തിന്റെ നടുവിൽ, ചരിത്രത്തിന്റെ നടുവിൽ, പിന്നെന്താ പറഞ്ഞത്? 12-ാമത്തെ വയസ്സിൽ ന്യായശാസ്ത്രിമാരുടെ നടുവിൽ. സ്തോത്രം പറഞ്ഞു. പിന്നെ വെളിപ്പാട് പുസ്തകത്തിൽ എന്താ പറഞ്ഞത്? സിംഹാസനത്തിന്റെ നടുവിൽ. അല്ലാതെ ഒരു മൂലയ്ക്ക് ഒതുങ്ങുന്ന ദൈവമല്ല യേശു, ഒരു സ്റ്റേറ്റിൽ ഒതുങ്ങുന്ന ദൈവമല്ല, ഒരു രാജ്യത്തൊതുങ്ങുന്ന ദൈവമല്ല. എന്നാൽ നമ്മുടെ ഇന്ത്യയിലെ പല ദൈവങ്ങളെയും ഓസ്ട്രേലിയക്കാർക്ക് അറിയില്ല. സ്തോത്രം പറഞ്ഞ്. ഓസ്ട്രേലിയയിലെ പല ദൈവങ്ങളെയും ഇന്ത്യക്കാർക്കും അറിയില്ല. അതെല്ലാം അവിടെ തന്നെയാ. എന്നാൽ നമ്മുടെ യേശു അങ്ങനെയല്ല. ലോകത്തിന്റെ നടുവിൽ, ചരിത്രത്തിന്റെ നടുവിൽ, 2-3 പേര് എവിടെ കൂടിയാലും അവരുടെ നടുവിലുണ്ട്. അതുകൊണ്ട് ദൈവ സാന്നിധ്യം ഇറങ്ങട്ടെ എന്നൊന്നും പറയണ്ട, നമ്മുടെ നടുവിൽ ഉണ്ട്. കർത്താവിന്റെ വാഗ്ദത്തം ഒരിക്കലും തെറ്റുകയില്ല. 2-3 പേര് എന്റെ നാമത്തിൽ കൂടിയാൽ അവരുടെ നടുവിൽ വരാമെന്ന് പറഞ്ഞ കർത്താവ് വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇനിയും വരാൻ നിങ്ങൾ പ്രാർത്ഥിക്കണ്ട. എന്റെ നടുക്ക് ആളുണ്ട്. നിങ്ങൾ ആ പുള്ളിന് പ്രാപിക്കാൻ പ്രാർത്ഥിച്ചാൽ മതി. ഹല്ലേലൂയ പറഞ്ഞ് ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. സ്തോത്രം പറയാൻ നമുക്ക്. അപ്പോൾ ഈ 2 കള്ളന്മാരെ ഇടത്തും വലത്തും ഇങ്ങനെ കിടക്കുക. അതിലെ ഒരു കള്ളൻ മറ്റേ കള്ളനെ ശാസിച്ചു. അരുതാത്തൊന്നും നീ പറയരുത്, നമ്മൾ സമശിക്ഷാവിധിക്ക് യോഗ്യരാ. കാരണം നമ്മൾ കള്ളന്മാരാ, നമ്മൾ കട്ടതാണ്, മോഷ്ടിച്ചതാണ്, നമ്മൾ കള്ളന്മാരാ, ശിക്ഷാവിധിക്ക് യോഗ്യരാ. ഈ മനുഷ്യൻ എന്തല്ല, അയാൾ അരുതാത്ത ഒന്നും ചെയ്തിട്ടില്ല, ശാസിച്ചു. സ്തോത്രം. സപ്പോർട്ട് ചെയ്തില്ല. സ്തോത്രം. മറ്റേ കള്ളനെ സപ്പോർട്ട് ചെയ്തോ? ഇല്ല. അപ്പൊ ഞാൻ ചോദിക്കാൻ പോവാ, തയ്യാറാണോ? സ്തോത്രം പറഞ്ഞ്. കണ്ടോ, പാപത്തെ ശാസിച്ചു, പാപത്തിന് സപ്പോർട്ട് ചെയ്തോ? സ്തോത്രം പറഞ്ഞ ആ ക്രൂശി കിടക്കുന്ന കള്ളൻ യേശുവിനെതിരായിട്ടും ദൈവത്തിനെതിരായിട്ടും സംസാരിച്ചപ്പോൾ മറ്റേ കള്ളൻ ശാസിച്ചു. അതുകൊണ്ട് ഇന്ന് രാത്രി ഞാൻ പറയുന്നു, പാപത്തിന് സപ്പോർട്ട് ചെയ്ത് സംസാരിക്കരുത്, സത്യമില്ലാത്തടത്ത് സപ്പോർട്ട് ചെയ്യരുത്, നീതിയില്ലാത്തടത്ത് സപ്പോർട്ട് ചെയ്യരുത്, സത്യത്തിന് വേണ്ടി നിൽക്കണം. മറ്റേ കള്ളൻ പറഞ്ഞു, ഈ കള്ളൻ അവനെ ശാസിച്ചു പോടാന്ന് പറഞ്ഞു. അല്ലാതെ നമ്മൾ ഒരുമിച്ച് കട്ടു മോഷ്ടിച്ചു, അതുകൊണ്ട് നീ പറയുന്ന എല്ലാം ഞാൻ അംഗീകരിച്ചതാണോ? അതുകൊണ്ട് ഞാൻ ഇന്ന് രാത്രി പറയുന്നു, ദൈവവചനത്തിന് വിരുദ്ധമായത് കണ്ടാൽ ആ സത്യത്തെ എതിർക്കാൻ നമ്മൾ തയ്യാറാകണം. മറ്റേ കള്ളൻ അമർച്ചയായിട്ട് ശാസിച്ചു, അരുത്, നീ അരുതാത്തൊന്നും പറയരുത്, നീ തെറ്റാ പറയുന്നെന്ന് പറഞ്ഞു. പലരും
തെറ്റ് കണ്ടാൽ ശാസിക്കാതെ മൂടി വെച്ചുകൊണ്ടിരിക്കും. യേശുവിനെ കുറിച്ച് ഞാൻ പറഞ്ഞു, ഓർമ്മയുണ്ട്? യേശുവിനെ കുറിച്ച് എന്താ പറഞ്ഞത്? യേശു ആദ്യമേ ദേവാലയത്തിൽ ചെന്നിട്ട് പറഞ്ഞു, എൻ്റെ ആലയം പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടും. പ്രാക്കളെ വിൽക്കുക, പ്രാവിനെ ഫ്രീ ആയിട്ട് കൊടുക്കുന്ന, എന്നാലും ഒരു വിറ്റ് കാശുണ്ടാക്കുക യാഗം കഴിക്കാൻ വേണ്ടി. പാവപ്പെട്ട വീട്ടുകാർക്ക് ആടിനെ യാഗം കഴിക്കാൻ കാശില്ലാത്തതുകൊണ്ട് അവർ ഈ പ്രാവിനെ മേടിച്ചാ യാഗം കഴിക്കുന്നത്. സ്തോത്രം. അപ്പം ഈ പ്രാവിനെ വിൽക്കുകയാണ് പള്ളിയുടെ കോമ്പൗണ്ടിൽ. പിന്നെ ആടിനെ വിൽക്കുകയാണ് പള്ളിയുടെ കോമ്പൗണ്ടിൽ. സ്തോത്രം. പുരോഹിതരെ ആടിനെ ഇങ്ങനൊന്ന് പിടിക്കും, താഴോട്ട് പിടിച്ച് നോക്കിയിട്ട് പുരോഹിതൻ പറയും, ഓക്കെ, ആ ആടിനെ യാഗം കഴിക്കാൻ നിങ്ങൾ കൊണ്ടുചെല്ലുന്ന ആട് പുരോഹിതൻ സർട്ടിഫിക്കറ്റ് ചെയ്തില്ലെങ്കിൽ യാഗം കഴിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ആരും വീട്ടിൽ നിന്ന് കൊണ്ടുപോകത്തില്ല. കാരണം ഇവന്മാർ പറയും കൊള്ളുകയല്ലെന്ന്. ഇവരുടെ കയ്യിൽ ഇരിക്കുന്നത് മേടിക്കും. ഇവരുടെ മക്കളായി കച്ചവടം നടത്തുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. അത് കഴിഞ്ഞിട്ട് ഇവരെന്ത് ചെയ്യുന്നറിയോ? വിദേശ രാജ്യത്തൊക്കെ പോയിരിക്കുന്ന യഹൂദന്മാര് ഈ പെരുന്നാളിന് വരുമ്പോൾ ഇവിടുത്തെ പൈസ നേരത്തെ ഇടണം. അവിടുത്തെ പൈസ നേരത്തെ ഇട്ടാല് പള്ളിക്കകത്ത് സമ്മതിക്കത്തില്ല. അതുകൊണ്ട് ഇവിടെ ബാങ്കുകൾ ഉണ്ടാക്കി വെച്ചിരിക്കുക പൈസ മാറാൻ. എന്നിട്ട് ഇവരുടെ യേശു ചെന്ന് നോക്കിയപ്പോൾ ഒരു സൈഡിൽ പൈസയുടെ കച്ചവടം, മറ്റു സൈഡിൽ പ്രാവിന്റെ കച്ചവടം, മറ്റു സൈഡിൽ എന്ത് ചെയ്യിക്കുന്നു? ആടിന്റെ കച്ചവടം. അങ്ങനെ അവിടെ മൊത്തം ബിസിനസ്സാ, തട്ടിപ്പാ. പ്രൈസ് ദി ലോർഡ്. യേശു പറഞ്ഞു ഈ ആലയം ഇങ്ങനെയാകും, കച്ചവടം ആകും എന്നല്ല ഇവിടെ എഴുതി വെച്ചേക്കുന്ന ബൈബിളിലെ. ആലയം പ്രാർത്ഥനാലയം എന്നാണ്. എല്ലാത്തിനെയും അടിച്ചെന്ത് ചെയ്തു? പുറത്തിറക്കി. എല്ലാത്തിനെയും അടിച്ച് പുറത്തിറക്കി. എന്നിട്ട് പറഞ്ഞു എൻ്റെ ആലയം പ്രാർത്ഥനാലയം എന്ന്. ഇവിടെ എന്താ കണ്ടത്? ഇവിടെ എന്താ കണ്ടത്? ഇവിടെ കണ്ടോ? എല്ലാത്തിനെയും അടിച്ച്. എന്നാ ഒരു കാര്യം ചെയ്യാം, നിങ്ങളൊരു കാര്യം ചെയ്യും, നിങ്ങൾ എല്ലാവരും കൊടുത്തായിട്ട് ആ മൂലക്കോട്ട് മാറി അവിടെ ഇരുന്നു. വലിയ ശല്യമൊന്നും ഉണ്ടാക്കരുത്. ആ മൂലക്ക് ഇരുന്നോളാൻ പറഞ്ഞ് ഒരു മൂലക്ക് ഒതുക്കി വെക്കുകയാണോ ചെയ്തത്? പുറത്ത് കളയുകയാണോ ചെയ്തത്? എന്താ ചെയ്തത്? അപ്പോൾ ഒന്ന് നമ്മൾ പഠിച്ചു, വചനവിരുദ്ധമായതിനെ ഒതുക്കി വെച്ച് നടത്തുന്ന കൂട്ടായ്മയല്ല ആരാധന. ഹല്ലേലൂയ പറഞ്ഞു. അതിനെ അടിച്ച് പുറത്താക്കണം. കർത്താവ് അത് അവിടെ വെക്കാൻ സമ്മതിച്ചില്ല. എന്നാ ഒരു കാര്യം ചെയ്തു, നിങ്ങള് ഈ കാണിക്കുന്നൊക്കെ തെറ്റ്, അതുകൊണ്ട് നിങ്ങൾ ആ മൂലക്കോട്ട് മാറി അവിടെ ഇരുന്നോളാൻ പറഞ്ഞ് അവരെ അവിടെ ഒതുക്കി ഇരുത്തിയില്ല. ഇന്ന് പല സഭയ്ക്കകത്തും പലരെ ഒതുക്കി ഇരുത്തിയേക്കുവാ. നിങ്ങൾ അവിടെ ഇരുന്ന് പോകുന്നു വേണ്ടെന്ന് പറഞ്ഞു. എന്നിട്ട് എന്ത് ചെയ്യാ? ആമേ. അതുകൊണ്ട് ഞാനൊരു കാര്യം പറയാം, വചനത്തിന് വിരുദ്ധമായ യാതൊന്നിലും സഭയ്ക്കകത്ത് ഒതുക്കി വെച്ചോണ്ട് ദൈവമക്കളെ കൊണ്ടുപോകാൻ കർത്താവ് അനുവദിക്കുന്നില്ല. ഹല്ലേലൂയ പറഞ്ഞേ. അത് നമ്മൾ സമ്മതിക്കുന്നില്ല. എല്ലാത്തിനെയും അടിച്ച് പുറത്താക്കി. എന്റെ ആലയം പ്രാർത്ഥനാലയമായിരിക്കണം. ഒന്നുകൂടെ പറയട്ടെ, എന്താ അതിന്റെ അർത്ഥം? സാമ്പത്തിക മുതലെടുപ്പുകാരെ അടിച്ചേശു പുറത്താക്കി. ഹല്ലേലൂയ പറഞ്ഞേ. ആമേൻ, ആമേ. ദൈവത്തിന്റെ നാമത്തിലും ദൈവാരാധനയുടെ നാമത്തെയും വളച്ചൊടിച്ച് കാശുണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന സാമ്പത്തിക മുതലെടുപ്പുകാരെ ചാട്ടവാറെടുത്ത് അടിച്ച് പുറത്താക്കിയ യേശുവിന്റെ മാർഗമാണ് നമ്മൾ ഓരോരുത്തരും. അതുകൊണ്ട് തട്ടിപ്പൊക്കെ പുറത്ത് കളഞ്ഞു വെച്ചോണ്ടിരിക്കരുത്. നമുക്ക് വേഗത്തിൽ മടങ്ങി വരാം. അതിൽ ഒരു കള്ളം പറഞ്ഞു, നീ പറയുന്നത് വളരെ തെറ്റാ. അവിടെ വെച്ച് രണ്ട് പദം ശ്രദ്ധിക്കണേ. അവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്, നീയും ഞാനും, നീയും ഞാനും, നീയും ഞാനും. അങ്ങനെയാണോ പറയണ്ടേ? നമ്മളെന്നല്ലേ പറയണ്ടേ? നമ്മൾ അങ്ങനെയാണോ പറയുന്നത്? നീയും, ശ്രദ്ധിക്കണം, നീയും ഞാനും. എന്താ അതിന്റെ അർത്ഥം? അതിന്റെ അർത്ഥം അവിടം വരെ നമ്മളായിരുന്നു. ക്രൂശിന് ചവിട്ടി വന്നപ്പോ നീ ഞാനും രണ്ടായി. ഹല്ലേലൂയ പറഞ്ഞേ. ദൈവമക്കളെ, ലോകത്തിലെ മനുഷ്യനെ രണ്ടായി വേർതിരിക്കുന്ന സ്ഥലമാണ് യേശുവിന്റെ ക്രൂശിന്റെ ചുവട്. ഹല്ലേലൂയ പറയേ. അവിടം വരെയും ഒരുമിച്ച് വന്ന കള്ളന്മാര് ക്രൂശിന്റെ ചുവട്ടിൽ വന്നപ്പോൾ അവനും ഇവനും രണ്ടായി. സ്തോത്രം. കണ്ടോ ഇപ്പൊ നിങ്ങളെ? നീയും ഞാനും. ഇതാണ് ക്രൂശിന്റെ പ്രത്യേകത. ആമേൻ, ആമേ. ക്രൂശിന്റെ ചുവട്ടില് ആമേ വരുമ്പോൾ ലോകം രണ്ടായിട്ട് തിരിയും. ഒന്ന് അതിനെ അംഗീകരിക്കുന്നവരും, രണ്ട് അതിനെ അംഗീകരിക്കാത്തവരുമായി തിരിയും. അതിലൊരു കള്ളൻ ചില മാറ്റം ഉണ്ടായി.
ഈ കള്ളൻ എങ്ങനെ മാറ്റം ഉണ്ടായത്? 2 കാരണങ്ങൾ. ഒന്ന്, യേശുവിൻ്റെ ക്രൂശിൻ്റെ മുകളിലെ ഒരു മേലെഴുത്ത് എഴുതിയിട്ടുണ്ട്, ഇവൻ യഹൂദന്മാരുടെ രാജാവ്. ഇവർക്ക് തെറ്റുപറ്റി. ഇവൻ യഹൂദന്മാരുടെ രാജാവ് എന്ന് പറഞ്ഞെന്ന് എഴുതണമെന്ന് പറഞ്ഞു. പക്ഷേ എഴുതിയത് അങ്ങനെയല്ല, യഹൂദന്മാരുടെ രാജാവ് എന്നങ്ങ്. രണ്ടാമത് ഇവർ കംപ്ലൈന്റ് ചെയ്തു. പീലാത്തോസിന്റെ അടുക്കൽ ചെന്ന് പറഞ്ഞു, രാജാവേ ഇത് മാറ്റണം കേട്ടോ, ഞങ്ങൾ ഇങ്ങനെയല്ല പറഞ്ഞ. പീലാത്തോസ് പറഞ്ഞല്ല, എഴുതിയത് ഇനി ഞാൻ മാറ്റത്തില്ല. സർവശക്തനായ ദൈവം സ്വർഗത്തിൽ എഴുതിയതാണ് അവൻ രാജാധിരാജൻ. അതിനെ മാറ്റാൻ ലോകത്തില് ഒരു മനുഷ്യന് കഴിയും. പീലാത്തോസ് പറഞ്ഞില്ല, ഇനി അത് മാറ്റാൻ പറ്റില്ല, എഴുതി അങ്ങനെ ഇന്നോട്ടെന്ന് പറഞ്ഞു. അവൻ ആ ക്രൂശിൽ കിടന്നുകൊണ്ട് കർത്താവ് നേരെ നോക്കി, 2 സൈഡിലേക്ക് നോക്കി പ്രാർത്ഥിച്ചു. ഈ പ്രാർത്ഥന കേട്ട കള്ളന് കാര്യം മനസ്സിലായി, ഇവൻ മനുഷ്യനല്ല. കാരണം മനുഷ്യൻ ഇങ്ങനെ പ്രാർത്ഥിക്കാൻ കഴിയുകയില്ല. ഇവനെ വിലാപ്പുറത്ത് കുന്തം കൊണ്ട് കുത്താൻ നിൽക്കുന്ന പട്ടാളക്കാരെ നോക്കി, ഇവന്റെ മുഖത്തെല്ലാം രോമം പറിച്ചെടുത്തു തുപ്പിയവരെ നോക്കി, അവനെ ക്രൂശിക്ക എന്ന് പറഞ്ഞ് അട്ടഹസിക്കുന്ന ആൾക്കാരെ നോക്കി, അവന്റെ ദേഹമെല്ലാം മുറിഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇത്രമാത്രം അവനെ ഉപദ്രവിച്ചവരെ നോക്കി പ്രാർത്ഥിക്കുന്നെങ്കിൽ അവൻ മനുഷ്യനല്ല, അവൻ സാക്ഷാൽ ദൈവമാണെന്ന് ആ കള്ളൻ തിരിച്ചറിഞ്ഞു. സ്തോത്രം. മോളിത്തെ ഇതൂടെ കണ്ടപ്പം കള്ളന് മനസ്സിലായി ഇവൻ രാജാവാ. പക്ഷെ കള്ളൻ ഒരു കാര്യം മനസ്സിലായി, ഇവൻ ഇവിടുത്തെ രാജാവല്ല. ഉടനെ ആ കള്ളൻ അവിടെ കടന്നുകൊണ്ട് മറ്റേ കള്ളൻ പറഞ്ഞു, നീ ശരി സമ്മതിച്ചു, നീ ദൈവമാണെങ്കിൽ നിന്നെ രക്ഷിക്കേ, ഞങ്ങളെയും രക്ഷിക്കേ. ഉടനെ മറ്റേ കള്ളൻ അവിടെ കടന്നുകൊണ്ട് പറഞ്ഞു, കർത്താവേ, നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെ കൂടെ ഓർക്കണം. സ്തോത്രം. മറ്റേ കള്ളം പറഞ്ഞ എന്തുവാ, നീ രാജാവാണെങ്കിൽ ഇപ്പൊ ഇറങ്ങേ, നീ എന്നെയും രക്ഷിക്കും, നിന്നെ ഇതാ പിശാച് പറഞ്ഞ മുകളിലോട്ട് ചാടെ, ദൂത നിന്നെ കയ്യിലെ പകിച്ചോളും, നിനക്കൊന്നും പറ്റുകയില്ല, നിന്നെ ദൂതൻ കൈ വഹിച്ചോളും. എന്നിട്ട് പിശാചി പറഞ്ഞ, നീ ദൈവമല്ലേ, കല്ലിനോട് അപ്പമാകാൻ പറ. ഇതാ മറ്റേ കള്ളം പറ, നീ അത്ഭുതം കാണിക്കാൻ. അതുകൊണ്ട് ഒന്ന് നമ്മൾ പഠിച്ചോളുക, അത്ഭുതമല്ല ക്രിസ്ത്യാനിറ്റിയുടെ അടിസ്ഥാനം. ആയിരുന്നെങ്കിൽ കർത്താവ് അത് ക്രൂശി കിടന്നുകൊണ്ട് കാണിച്ചേനെ. ലേലിയാ പറഞ്ഞത്, മറ്റവൻ പറഞ്ഞു, നീ കാണീര്, നിനക്ക് ഇറങ്ങാൻ പറ്റുമല്ലോ, നീ ഇറങ്ങ്, എന്നെയും വിടുവിക്ക്, ഞങ്ങളെയും വിടുവിക്ക്. യേശു ക്രൂശിൽ കിടന്നുകൊണ്ട് അത്ഭുതമൊന്നും കാണിച്ചില്ല. ക്രൂശിൽ കിടന്നുകൊണ്ട് തല ചായ്ച്ച് എല്ലാം നിവൃത്തിയായി എന്ന് പറഞ്ഞ് ആമനെ വിടുകൾ. എല്ലാം നിവൃത്തിയായി എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? പ്രവചനങ്ങളിൽ യെശയ്യാ പ്രവാചകൻ തൊട്ട് പറഞ്ഞിരിക്കുന്ന പ്രവചനങ്ങളെല്ലാം ക്രൂശിൽ നിവൃത്തിയായി. ഉടനെ മറ്റേ കള്ളൻ എന്താ പറഞ്ഞത്? നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെ കൂടെ. ഇവൻ പറഞ്ഞതോ, ഇപ്പൊ തന്നെ ക്രൂശിൽ നിന്നിറങ്ങ, എന്നെ രക്ഷിക്ക്, നിന്നെ രക്ഷിക്ക്. അങ്ങനെ അത്ഭുതം കാണിക്കുക, താൽക്കാലിക വിടുതൽ തരിക. മറ്റേ കള്ളം പറഞ്ഞതോ, നിത്യത, ദൈവരാജ്യം ഈ ഭൂമിയിൽ വെളിപ്പെടുമ്പോൾ, അന്ന് നീ രാജാവായിരിക്കുമ്പോൾ അതിനകത്ത് എന്നെ കൂടെ ചേർക്കണം, അവിടെ എന്നെ കൂടെ ഓർക്കണം. ആ കള്ളൻ ക്രൂശിൽ കിടന്നുകൊണ്ട് നമ്മുടെ കർത്താവിന്റെ രാജ്യം അവൻ കണ്ടു, കർത്താവിന്റെ മടങ്ങി വരവൻ കണ്ടു, കർത്താവ് രാജാവായിരിക്കുന്നത് കണ്ടു. ആ നിത്യ രാജ്യത്തോട്ട് നോക്കിയിട്ട് അവൻ പറഞ്ഞ, കർത്താവേ, നീ ഒരിക്കൽ മടങ്ങി വരും, ഞാനത് അറിയുന്നു, ആ രാജ്യത്തിൽ എന്നെ കൂടെ ഓർക്കണമേ. അങ്ങനെ ആ മനുഷ്യൻ നിത്യജീവന് വേണ്ടി ക്രൂശിൽ കിടന്നു. മറ്റേ മനുഷ്യനോ താൽക്കാലിക വിടുതൽ. സ്തോത്രം, ഹല്ലേലൂയ. ഇനി എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. ബാക്കി നമുക്ക് അടുത്ത ആഴ്ച ചിന്തിക്കാം. എല്ലാവരും എഴുന്നേറ്റ് നിന്നാട്ടെ. കേട്ട വചനത്തിന്റെ മുൻപിൽ നമ്മൾ ശക്തമായി ദൈവത്തെ ആരാധിക്കാൻ പോവുകയാണ്. എല്ലാവരും എഴുന്നേറ്റു എന്ന് ഞാൻ കരുതുകയാണ്. വയ്യാത്തവര് അവിടെ തന്നെ ഇരിക്കുക. ബാക്കി എല്ലാവരും എഴുന്നേറ്റ് നിൽക്കാം. എഴുന്നേറ്റവരൊക്കെ കണ്ണുകൾ അടയ്ക്കണം. ചില മിനിറ്റുകൾ ചേർന്ന് പ്രാർത്ഥിക്കണം. ഇന്ന് രാത്രി ചിലരെ ദൈവം തൊട്ടിട്ടുണ്ട്, ചിലരെ കർത്താവ് തൊട്ടിട്ടുണ്ട്.